അയോൾ എല്ലാവരും നാളത്തെ എക്സാമിന് തയ്യാറെടുത്തിരിക്കുകയായിരിക്കും അല്ലേ? 4 മോഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ 4 മോഡ്യൂൾസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കി പോവേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മോഡ്യൂളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് പാർട്ട് ബി സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡും റോ ഇക്വലോൺ ഫോമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെ പ്രത്യേകം എടുത്തു പറയാം. ഇനി അതല്ല, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ട് ജസ്റ്റ് സോൾവ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം നമുക്ക് ഗോസ് എലിമിനേഷനും റോ ഇക്വലോൺ ഫോമും രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആണ്. നമുക്കൊരു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഈവൻ അത് 4th മോഡ്യൂളിൽ വരെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ റാങ്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വരാവുന്നത് ഐഗൺ വാല്യൂസ് ആണ്. ഇപ്പോൾ ചെറിയൊരു മെട്രിക്സ് നമുക്ക് തരും, ചിലപ്പോൾ 2/2 ആയിരിക്കാം, അല്ലെങ്കിൽ 3/3 ആയിരിക്കും. അതിൻ്റെ ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ലാംഡ വാല്യൂസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ വരാവുന്ന ഐഗൺ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൽ ഹോമോജീനിയസ് ടൈപ്പ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ഉണ്ട്. അത് ഇപ്പോൾ ഏത് വേണേൽ വരാം, ചിലപ്പോൾ ഹോമോജീനിയസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ആയിട്ട് വരാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 വരുന്ന രീതി വരാം, അതല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂസ് വരുന്ന രീതിയിൽ വരാം. അപ്പോൾ അത് ഏതായാലും നിങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട, ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. ഒന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റോ ഇക്വലോൺ ഫോം, റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ഐഗൺ വാല്യൂസ്. അപ്പോൾ ഈ ഒരു 4 ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് ലാസ്റ്റ് മിനിറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ദ സിസ്റ്റം. ഈ സിസ്റ്റം സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സോൾവ് ദ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഗോസ് എലിമിനേഷൻ മെത്തേഡും റോ ഇക്വലോൺ ഫോമും, 2 ഫോമും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കണം അല്ലേ. അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മെട്രിക്സ് ഫോമിൽ നിന്ന് റോ ഇക്വലോൺ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് x1ന്റെ, x2ന്റെ, x3യുടെ, x4ന്റെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം നോക്കാം. 4 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. x2 + x3 - 2x4 = -3, x1 + 2x2 - x3 = 2, 2x1 + 4x2 + x3 - 3x4 = -2, x1 - 4x2 - 7x3 - x4 = -19. 4 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ഇക്വേഷൻസിലും x1ഉം x2ഉം x3ഉം x4ഉം എല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതിന്റെ പ്ലേസസ് നോക്കിയിട്ട് വേണം നിങ്ങൾ മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ മെട്രിക്സ് ആദ്യമേ തന്നെ എഴുതുന്ന മെട്രിക്സ് തെറ്റിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രോബ്ലം മുഴുവൻ തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മുടെ മെട്രിക്സ് എഴുതുമ്പോൾ ശ്രദ്ധയോടുകൂടി എഴുതുക. മെട്രിക്സ് എ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം എഴുതുക. അതായത് മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്നും x1, x2, x3, x4ന്റെ കോഎഫിഷ്യൻസിനെ മാത്രം എടുത്ത് എഴുതുക. അതാണ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം, അവിടെ x1ന്റെ ടേം ഇല്ല അല്ലേ, x1ന്റെ ടേം ഇല്ല, അപ്പോൾ അവിടെ 0 കൊടുത്തു. സെക്കൻഡ് ടൈം നോക്കാം, x2, അവിടെ കോഎഫിഷ്യന്റ് 1, അപ്പം x3യുടെ കോഎഫിഷ്യന്റ് അഗെയിൻ 1 വരും. ഇവിടെ x3 കഴിഞ്ഞിട്ട് x4ന്റെ കോഎഫിഷ്യന്റ് -2. ഓക്കെ, അപ്പോൾ ഇതാണ് മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ എന്നത് x1ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ഉണ്ട്, അപ്പോൾ 0യുടെ താഴെ വേണം എഴുതാൻ. x2ന്റെ കോഎഫിഷ്യന്റ് 2, x3യുടെ കോഎഫിഷ്യന്റ് -1, ഇവിടെ x4ന്റെ കോഎഫിഷ്യന്റ് ഇല്ല, അപ്പോൾ നമ്മളിവിടെ 0 കൊടുക്കും. മൂന്നാമത്തെ റോ നോക്കാം. മൂന്നാമത്തെ റോ എഴുതാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. അവിടെ x1ന്റെ കോഎഫിഷ്യന്റ് 2, x2ന്റെ കോഎഫിഷ്യന്റ് 4, x3യുടെ കോഎഫിഷ്യന്റ് 1, x4ന്റെ കോഎഫിഷ്യന്റ് -3. ഓക്കെ, ലാസ്റ്റ് റോ എഴുതാൻ വേണ്ടിയിട്ട് നാലാമത്തെ ഇക്വേഷൻ നോക്കാം. അവിടെ x1ന്റെ കോഎഫിഷ്യന്റ് 1, x2ന്റെ കോഎഫിഷ്യന്റ് -4, x3യുടേത് -7 ആൻഡ് x4ൻ്റെത് -1. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മെട്രിക്സ് എയോടുകൂടി ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസിനെ അറ്റാച്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എഴുതിയത് കോഎഫിഷ്യന്റ് മെട്രിക്സ്. അപ്പോൾ
നിങ്ങളോട് വെറുതെ വേണേ പാർട്ടിലായിട്ടും ചോദിക്കാം, ഈ ഒരു സിസ്റ്റം തന്നിട്ട് അതിന്റെ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതാൻ പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഈ മെട്രിക്സ് എ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ കോൺസ്റ്റന്റ് വാല്യൂസിനെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് വാല്യൂസിനെ മാത്രം എഴുതാം, അത് കോളമായിട്ട് എഴുതണം. -3, 2, -2, -19 അതാണ് മെട്രിക്സ് ബി എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ വേരിയബിൾസ് യൂസ് ചെയ്തേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? x1, x2, x3, x4 ആണ് ഇവിടുത്തെ യൂസ് ചെയ്തേക്കുന്ന വാല്യൂസ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x1, x2, x3, x4 മെട്രിക്സ് ആയിട്ട്, കോളം മെട്രിക്സ് ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്കൊരു സിസ്റ്റം തന്നാൽ ഒരു സിസ്റ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എ എഴുതുക, ബി എഴുതുക, എക്സ് എഴുതുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. അടുത്ത ഈ എയിൽ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് എ ഓഗ്മെന്റഡ് ബി. എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നുള്ള മെട്രിക്സിനെ ആദ്യം എടുത്തെഴുതുക, എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി എ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ വാല്യൂസ് എങ്ങനെ വരും? ഓക്കെ, അപ്പോൾ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. മെട്രിക്സ് എ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ കോൺസ്റ്റന്റ് വാല്യൂസ്, അതായത് ബി എന്നുള്ള മെട്രിക്സോടെ ചേർത്ത് വെറുതെ എഴുതിയാൽ മതി. വെറുതെ സൈഡിൽ ഒരു കോളമായിട്ട് ഇങ്ങനെ എഴുതും. ഇതിനാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. യു ഹാവ് ടു കൺവേർട്ട് into റോ എക്കലോൺ ഫോം. റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ മെട്രിക്സിലെ കൺവേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മെട്രിക്സിന്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കണം. ഈ അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഈ വാല്യൂ ഉണ്ടല്ലോ, അത് എപ്പോഴും ലീഡിങ് എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ വേറെ 1 ആയിട്ടുള്ള ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ നമുക്ക് ആ റോ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. R2 ഈസ് ഇന്റർചേഞ്ച് ടു R1. R1ഉം R2ഉം കൂടെ ഇന്റർചേഞ്ച് ചെയ്യാണ്. സോ 1, 2, -1, 0, 2. വെറുതെ ഈ ഫസ്റ്റ് റോയെ സെക്കൻഡ് റോ ആയിട്ട് എഴുതും, സെക്കൻഡ് റോയെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതും. സോ 0, 1, 1, -2, -3. ബാക്കിയുള്ള റോസ് അങ്ങനെയാണ്. അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് നമുക്ക് ഇവിടെ വന്നു അല്ലെ, 1 ആക്കി. അപ്പർ ലെഫ്റ്റ് കോർണറിലെ വാല്യൂ എപ്പോഴും എന്താക്കി? 1 ആക്കി. ഇനി 1ന് താഴത്തോട്ടുള്ള വാല്യൂസ് എല്ലാം 0. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഉണ്ടല്ലോ, ഡയഗണൽ എലമെന്റ്സിന് താഴെ വരുന്ന പോർഷൻസ് എല്ലാം എന്താക്കും? 0 ആക്കും. അതായത് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഡയഗണൽ എൻട്രീസ് മുകളിലേക്കും ഡയഗണൽ എലമെന്റ്സും മാത്രമായിരിക്കും നോൺ സീറോ വാല്യൂസ് വരിക. അതിന് താഴെയുള്ള പോർഷൻ മൊത്തം 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1ന് താഴെ 0 ആക്കണം, ഇവിടെയും 0 ആക്കണം, ഇവിടെയും 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ 0 ആണ് ഓൾറെഡി. നമുക്കതിനെ ഇനി ബാക്കിയുള്ള വാല്യൂസിനെ 0 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കണം ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. 2നെ എനിക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ R3ക്കാണ് ചേഞ്ച് കൊടുക്കേണ്ടത്. R3 ഇംപ്ലൈസ് R3യെ ഏത് റോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? അവിടെ തൊട്ട് മുകളിലെ പിവറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ റോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ വാല്യൂ ഏത് വാല്യൂനെയാണോ നമുക്ക് 0 ആക്കേണ്ടത് അതിന് തൊട്ട് മുകളിലത്തെ പിവറ്റ് റോ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ R3 ഇംപ്ലൈസ് R3 -2R1. അപ്പൊ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1, 2, -1, 0, 2. സെക്കൻഡ് റോയും അങ്ങനെ തന്നെ 0, 1, 1, -2, -3. തേർഡ് റോയ്ക്ക് എന്ത് മാറ്റാൻ വരിക? 2 അവിടെ നമ്മളിവിടെ 0 ആക്കാനുള്ള ഓപ്പറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 0 വരും അല്ലെ. 2 - 2 0 വരും. ഇനി അടുത്ത ഓപ്പറേഷൻ നോക്കാം. 4 R3 -2R1. R3 അവിടെ എന്താ? 4 ആണ്. 4 - 2R1. R1 എന്ന് പറയുമ്പോൾ 2. അപ്പൊ 4 - 4 = 0. അവിടെ 0 എഴുതി. അടുത്ത വാല്യൂ ഇവിടെ 1 ആണ്. 1ന് എന്ത് മാറ്റാ വരിക? 1 - 2 × R1. R1 അവിടെ -1. അപ്പൊ 1 - 2 × -1. അപ്പൊ 1 + 2 വരും, ദാറ്റ് ഈസ് 3. അടുത്ത എലമെന്റിന് -3ക്ക് എന്ത് മാറ്റാ വരിക? -3 - 2 × R1. R1 എന്ന് പറഞ്ഞിട്ട് 0 ആണ്. അപ്പൊ 0, ദാറ്റ് ഈസ് -3 - 0, ദാറ്റ് ഈസ് -3. ഫോർത്ത് എലമെന്റ് അതായത് -2ന് എന്ത് മാറ്റാ വരിക?
-2 മൈനസ് 2 ഇൻറ്റു R1. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് R1 എന്ന് പറഞ്ഞത് 2. സോ 2. അപ്പോൾ -2 -4 എന്ന് വരും. ദാറ്റ് ഈസ് -6 വരും. സോ ഇവിടെ എഴുതേണ്ടത് -6. ഓക്കെ, നമ്മുടെ റോ കറക്റ്റ് അല്ലേ? 0 0 3 -3 -6. ഓക്കെ, നൗ അടുത്ത റോ നോക്കാം. ഇവിടെ 1നെ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ R4 എലമെന്റ് ആണിത്. അതിനെ 0 ആക്കി മാറ്റാൻ വേണ്ടി ഏത് ഓപ്പറേഷൻ കൊടുക്കണം? R4 ഇംപ്ലൈസ് R4 മൈനസ്, അതായത് 1 - 1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആക്കി മാറ്റാം അല്ലേ? അപ്പൊ ജസ്റ്റ് R1 സബ്ട്രാക്ട് ചെയ്താൽ മതി. R4 മൈനസ് R1 ചെയ്താൽ മതി. ജസ്റ്റ് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 0 ആവാം. 1 - 1 ആണ് നടക്കുന്നത്. സോ 1 - 1 is 0. അടുത്ത ഓപ്പറേഷൻ നോക്കി, R4 മൈനസ് R1 ആണ്. നോക്കി ചെയ്യുക. ഓക്കെ, ഇവിടെ ഫോർത്ത് റോയില് സെക്കൻഡ് എലമെന്റിന് ഓപ്പറേഷൻ കൊടുത്താൽ R4 മൈനസ് R1, ദാറ്റ് ഈസ് -4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആ. അപ്പോൾ R4 മൈനസ് 2, ദാറ്റ് ഈസ് -6. സോ -6 എഴുതുക. അടുത്ത എലമെന്റ് -7 ആണ്. അപ്പോൾ -7 മൈനസ് R1 എന്ന് പറഞ്ഞത് -1 ആണ്. സോ ഇവിടെ ഒരു -1 വരും. മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ് ആവും. സോ -7 പ്ലസ് 1 ആവും. -7 പ്ലസ് 1 എന്നത് -6. സോ ഇവിടെ again -6 വരും. അടുത്ത എൻട്രി -1 ആണ്. സോ -1 വെച്ചിട്ട് ഓപ്പറേറ്റ്, -1 -0 വരും അല്ലെ? -1 -0 ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 0 ചെയ്യാം. സോ -1 -0 ഈസ് -1. സോ ഇവിടെ -1 എഴുതാം. ലാസ്റ്റ് എൻട്രി -19 ആണ്. അപ്പോൾ -19 മൈനസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ -19 -2 രണ്ടും നെഗറ്റീവാണ്. സോ -21 എഴുതാം. ഓക്കെ, അപ്പോൾ പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടി. 0 -6 -6 -1 -21. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് കിട്ടി. നോക്കി, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ 1, അതിന് താഴെയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ 0 ആക്കി മാറ്റി. സെക്കൻഡ് റോയിൽ ഒരു ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ ഉണ്ട്. അത് ഓൾറെഡി 1 ആണ്. നമുക്ക് 1 ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. റോ എക്കിലോൺ ഫോമിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോണേ. റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ x1 x2 ഒക്കെ ഉപയോഗിച്ചിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 ആക്കിയാലും ഇല്ലെങ്കിലും ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് വാല്യൂസ് നമുക്ക് കിട്ടിക്കോളും. സപ്പോസ് ഇവിടെ ഇത് x2ന്റെ കോളല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ആക്കിയില്ലായിരുന്നു എങ്കിൽ 2x2 എന്നുള്ള ഫോമിൽ അവിടെ എഴുതും. അപ്പോൾ അതനുസരിച്ച് അവിടെ വാല്യൂ മാറിക്കോളും. അപ്പോൾ ഇവിടെ 1 ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ റോ എക്കിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഓൾറെഡി 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയമില്ല. അപ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ഓൾറെഡി ഉണ്ട്. അതിന് താഴെയുള്ള വാല്യൂസ് 0 ആക്കണം. അതാണ് എയിം. അതിന് താഴെയുള്ള തൊട്ട് താഴെയുള്ള എലമെന്റ് 0 ആണ് ഓൾറെഡി. അപ്പോൾ അതും കുഴപ്പമില്ല. അതിന് താഴെയുള്ള എലമെന്റ് -6 ആണ്. അപ്പോൾ -6നെ നമുക്ക് 0 ആക്കി മാറ്റണം. അതിനു വേണ്ടി എന്ത് ഓപ്പറേഷനാണ് കൊടുക്കുക? -6നെ 0 ആക്കാൻ. -6 എന്ന് പറഞ്ഞാൽ ഫോർത്ത് റോയിൽ എലമെന്റ് ആണ് അല്ലെ? ഫോർത്ത് റോയിലെ എലമെന്റ് ആണ്. അപ്പോൾ ഈ ഫോർത്ത് റോയിൽ ഈ എലമെന്റിനെ 0 ആക്കണമെങ്കിൽ ഞാൻ ഏത് റോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം എന്നറിയോ? അതിന് തൊട്ട് മുകളിലെ പിവറ്റ് റോ ഏതാണ്? ഇതാണ്, 1 ആണ് അല്ലെ? ഈ വാല്യൂ ആണ്. അപ്പം ആ റോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഏതാണ്? R2 ആണ്. അപ്പോൾ R2 വെച്ചിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് R4 എലമെന്റിനെ നമുക്ക് 0 ആക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് R4 ഇംപ്ലൈസ് R4 മൈനസ് അല്ലെങ്കിൽ പ്ലസ് എന്താണോ ചെയ്യേണ്ടത്. R4 മൈനസ് ഇവിടെ ഒരു R1 ആണ്, സോറി R2 ആണ്. അപ്പൊ എത്ര R2 വെച്ചിട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്താൽ ഇത് 0 ആയി മാറും. -6നെയാണ് നമുക്ക് 0 ആക്കി മാറ്റേണ്ടത്. -6നെ 0 ആക്കണമെങ്കിൽ എനിക്ക് അതിനോടൊരു +6 ആഡ് ചെയ്താൽ മാത്രമാണ് 0 ആവും. ശരിയല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതേണ്ട ഓപ്പറേഷൻ, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് എന്താവണം? ഒരു +6 എനിക്ക് കിട്ടണം ഇവിടെ ടോട്ടൽ അല്ലെ? ഇവിടെ ഒരു +6 കിട്ടാൻ പാകത്തിന് വേണം ഞാൻ ഇവിടെ ഓപ്പറേഷൻ എഴുതാൻ. അപ്പൊ R4 മൈനസ് ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു +6 കിട്ടണമെങ്കിൽ ആ 1നെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ വെറുതെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, അപ്പോൾ എന്തും കൂടെ എഴുതണം? R2 കൂടെ എഴുതണം. R2നാണ് കൊടുക്കുന്നത്. സോ 6R2 എന്ന് മതിയോ? +6R2 എന്ന് വേണം എഴുതാൻ. കാരണം ഇവിടെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6R2 ആണ് വേണ്ടത്. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 6 ആണ് വരേണ്ടത്. സോ ഇവിടെ R4 + 6R2 നോക്കി, എന്നാലല്ലേ ഒരു 0 ആവുള്ളൂ. നോക്കി, R4 എന്ന് പറയുന്നത് -6 ആണ്.
ദെൻ പ്ലസ് 6 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് 1 ആണ്. അപ്പോൾ -6 + 6 എന്ന് പറഞ്ഞാലാണ് 0 വരുള്ളൂ. അതുകൊണ്ട് എനിക്കിവിടെ 6 എന്നുള്ള നമ്പർ വേണം എഴുതാൻ. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള ഓപ്പറേഷൻ ആ റോ മുഴുവൻ കൊടുക്കണം. ആ ഒരു എൻട്രിക്ക് മാത്രമല്ല റോ മുഴുവൻ കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം അതുപോലെ തന്നെ 1 2 -1 0 2 0 1 1 -2 -3 0 0 3 -3 -6. ലാസ്റ്റ് റോയ്ക്ക് എന്ത് മാറ്റാൻ വരിക? ഇത് 0 തന്നെ വരും. ഇത് നമ്മൾ ഓപ്പറേഷൻ കൊടുത്താലും തൊട്ട് മുകളിൽ ഇവിടെ 0 തന്നെ ആയതുകൊണ്ട് 0 + 6 R2 കൊടുത്താലും 0 തന്നെ വരും. നെക്സ്റ്റ് -6 മാറ്റം വരിക എന്ന് പറഞ്ഞാൽ -6 + 6 ദാറ്റ് ഈസ് അഗൈൻ 0 വരും. അടുത്ത ഓപ്പറേഷൻ നോക്കി, ഇവിടെ -6 ആണ്. -6 വീണ്ടും ഇവിടെ 1 തന്നെയാണ്, സോ അതും 0 തന്നെ വരും. അടുത്ത എൻട്രി നോക്കാം. അപ്പോൾ ഇത് 0 0 0 വന്നു. അടുത്ത എൻട്രി -1 നോക്കാം. R4 + 6 R2, അത് -4 + 6 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് -2 വേണം അല്ലേ? R2 എന്ന് പറയുന്നത് -2, സോ -1 -12 എന്ന് വരും, ദാറ്റ് ഈസ് -13 വരും അല്ലേ? -13 ഇവിടെ -13 എന്ന് എഴുതണം. ലാസ്റ്റ് എൻട്രിക്ക് എന്ത് മാറ്റാൻ വരിക? ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് -21. -21 എന്ത് മാറ്റാൻ വരിക? -21 + 6 ഇൻറ്റു R2 കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് റോയിൽ ഇവിടെ -3 ആണ്, സോ -3 കൊടുക്കാം. -21 -18 രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുക ചെയ്യേണ്ടത്, സോ -39 വരും. -39. ഓക്കെ, ശരിയല്ലേ? നോക്കി ഇനി ഇത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ഫോം ആയോ? ഇവിടെ നോക്കാം. ഇവിടെ താഴെ ഡയഗണൽ എലമെന്റ്സിന് താഴത്തേക്കല്ല നമുക്ക് 0 ആയിട്ട് കിട്ടി. ഇവിടെ ഈ എൻട്രി ഉണ്ടല്ലോ, ഇവിടെ ഈ 3യെയും -13നെയും നമുക്ക് 1 ആക്കി മാറ്റണം. അപ്പോൾ ആ ഡയഗണൽ എൻട്രീസിന്റെ 3യെ 1 ആക്കാനും -13നെ 1 ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാ കൊടുക്കേണ്ടത്? R3 implies R3 divided by 3. Then R4 implies R4നെ എത്ര വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ടത്? -13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? -13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ദാറ്റ് ഈസ് -1/13 ഇൻറ്റു R4 എന്ന് എഴുതാം. ശരിയല്ലേ? എന്നിട്ട് മെട്രിക്സ് എഴുതാം. ആദ്യത്തെ 2 റോ അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. 1 2 -1 0 2 0 1 1 -2 -3. അടുത്ത റോ 3 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വരുന്നത് എന്താ? 0. ഓക്കെ, ഇവിടെ 0 0 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ -1 വരും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 വരും. സോ 0 0 1, ഇവിടെ -1 വരും, ഇത് -2 വരും. ഇനി അടുത്ത റോ, ഇനി -1/13 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അതായത് ഇവിടെ മൊത്തം 0 ആണ്, സോ 0 തന്നെ വരും. -13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 വരും. ഇവിടെ -13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ +3 വരും അല്ലേ? 13ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ +3 വരും. സോ ആ റോ എന്ന് പറഞ്ഞത് 0 0 അഗെയിൻ 0 1 3 ഇങ്ങനെ വരും. ഇപ്പൊ നോക്കി, നമ്മുടെ റോ ഇക്വലൻ ഫോമിലേക്കല്ലേ നോക്കി. ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 താഴത്തേക്ക് 0. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴത്തേക്ക് 0. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴത്തേക്ക് 0. ഫോർത്ത് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1. ഡയഗണൽ എലമെന്റ്സ് എല്ലാം നമ്മൾ 1 ആക്കി മാറ്റി. അതിന് താഴെ വരുന്ന പോർഷൻസ് എല്ലാം 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് റോ ഇക്വലൻ ഫോമിലോട്ടായി അല്ലേ? റോ ഇക്വലൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസ് എടുത്തെഴുതണം. ഇക്വേഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞത് അതിൽ കോഎഫിഷ്യൻസ് x1ന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് എഴുതേണ്ട വാല്യൂസ് ആണ്. രണ്ടാമത്തെ കോളം x2ന് വേണ്ടിയിട്ട് എഴുതേണ്ടതാണ്. മൂന്നാമത്തെ കോളം x3ക്ക്, നാലാമത്തെ x4ന്, അഞ്ചാമത്തെ കോളം കോൺസ്റ്റന്റ് വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇക്വേഷൻസ് ഫോം ചെയ്തെഴുതാം. ഏറ്റവും ആദ്യം നമുക്ക് നാലാമത്തെ റോയിൽ സ്റ്റാർട്ട് ചെയ്യാം. നാലാമത്തെ റോയിൽ ഇവിടെ 0 ഇവിടെ 0 ഇവിടെയും 0. അപ്പോൾ x1 ഇല്ല, x2 ഇല്ല, x3 ഇല്ല.
ആകെ x4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം, x4 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതായത് ഈ 3 ആണ് എഴുതേണ്ടത്. സോ x4 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അതിൻ്റെ തൊട്ട് മുകളിലത്തെ റോ നോക്കിയാൽ അവിടെ x1 0, x2 0, x3 മാത്രമേ അവിടെ വാല്യൂ ഉണ്ട് അല്ലെ, x3 x4 വാല്യൂ ഉണ്ട്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതണം? അപ്പോൾ ഇവിടെ വാല്യൂ എന്താണോ വരുന്നത് അതിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, x3 ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. അതായത് കോഎഫിഷ്യന്റ് ഇവിടെ എഴുതുന്ന വാല്യൂസ് ആണ് x3യുടെ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതേണ്ടത്. ദാറ്റ് ഈസ് x3 1x3 എന്ന് വരിക, ദാറ്റ് ഈസ് x3 ഇവിടെ -1, അപ്പോൾ -x4 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ -2. ഓക്കെ, നൗ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിൽ x1 0 വാല്യൂസ് ഉള്ളത് x2 x3 x4 ഉള്ളത് അല്ലേ, പിന്നെ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ അത് ചേർത്ത് എഴുതുവാണെങ്കിൽ ഇതെല്ലാം കോഎഫിഷ്യന്റ് ആയിട്ട് കൊടുത്താൽ x2 1 into x2 then 1 into x3 plus x3 then ഇവിടെ -2 -2 into x4 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -3. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടി. ഈ നാലാമത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് റോ നോക്കാം. ഫസ്റ്റ് റോയിൽ എല്ലാ എൻട്രീസ് ഉണ്ട്, അവിടെ x4 മാത്രമേ ഇല്ല, ബാക്കി എല്ലാ എൻട്രീസും ഉണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതിയാൽ 1 into x1 plus 2 into x2 minus 1 into x3, അതായത് -x3 വരും. x4 അവിടെ വാല്യൂ ഇല്ല, then that is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 എഴുതും. അപ്പോൾ നമ്മൾ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ മെട്രിക്സിനെ നമ്മൾ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്തിടും അല്ലേ, വീണ്ടും കറസ്പോണ്ടിങ് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എഴുതി. ഇപ്പോൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ സൊല്യൂഷനായി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ x4 ഈക്വൽ ടു 3 എന്ന് കിട്ടി, സൊല്യൂഷൻ ആയല്ലോ. x4 വാല്യൂ 3 എന്ന് ഫിക്സഡ് ആക്കി കിട്ടി. ആ വാല്യൂ വേറെ ഏത് ഇക്വേഷനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ നോക്കുക. ഇക്വേഷൻസിന്റെ പല രീതിയിലായിരിക്കും ഓരോ പ്രോബ്ലം. അപ്പോൾ x4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അടുത്ത വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ രീതിയിൽ നമ്മൾ ആ രീതിക്ക് അവിടെ അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിന് തന്നെ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. x4 വാല്യൂ ഇവിടെ കൊടുത്താൽ, സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്താൽ, ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ x3 മൈനസ് x4 വാല്യൂ 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു -2 എന്നാണ്. അതായത് x3 ഈക്വൽ ടു -2, ഈ -3 റൈറ്റിലേക്ക് പോകുമ്പോൾ +3 ആവും. -2 + 3യുടെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് x3 ഈക്വൽ ടു 1 വരും. x3 ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ കിട്ടി അല്ലേ. x3 3 എന്നും x3 1 എന്നും x4 3 എന്നും കിട്ടി. ഇനി നോക്കിയേ, ആ x3യും x4 ഇവിടെ കൊടുത്താൽ നമുക്ക് x2 കണ്ടുപിടിക്കാൻ പറ്റില്ലേ നോക്കിയേ. ഇത് തേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ, തേർഡ് ഇക്വേഷനിൽ x2 അറിഞ്ഞൂടാ, x3 1 ആണെന്ന് നമുക്ക് തൊട്ട് മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, x4 എന്ന് പറഞ്ഞാൽ 3 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 × 2 എടുക്കണം. ഇവിടെ ഒരു 2 x4 കിടക്കുന്നത്. അപ്പോൾ -2 × 3, അതായത് 6 എന്ന് വരും ഇവിടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. ദാറ്റ് ഇംപ്ലൈസ് x2 ഈക്വൽ ടു വാല്യൂസ് കൊടുത്താൽ ഇവിടെ 1 - 6 ദാറ്റ് ഈസ് -5 എന്ന് വരും. ആ -5 റൈറ്റിലേക്ക് പോയാൽ +5 ആവും. -3 + 5ന്റെ വാല്യൂ 2 വരും. ദാറ്റ് ഈസ് x2 ഈക്വൽ ടു 2 എന്ന് വരും. നോക്കി അടുത്ത ഇക്വേഷൻ നമ്പർ 3ൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് x1 + 2x2, x2 എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പോൾ 2 2s are 4 മൈനസ് x3യുടെ വാല്യൂ 1 കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു 4 - 1 ആണ് 3. ആ 3 റൈറ്റിലേക്ക് പോകുമ്പോൾ -3 ആവും. അപ്പോൾ 2 - 3 ഈക്വൽ ടു -1 വരും. സോ x1ന്റെ വാല്യൂ -1 കിട്ടി. x2 എന്ന് പറഞ്ഞത് x1 ഈക്വൽ ടു -1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 1 ആൻഡ് x4 ഈക്വൽ ടു 3. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് ഒന്നുകൂടെ എടുത്തെഴുതാം. ബൈ യൂസിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓരോന്ന് എടുത്തെഴുതാം. x1 ഈക്വൽ ടു -1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 1 ആൻഡ് x4 ഈക്വൽ ടു 3. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു ഇതാണ് റാങ്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതും റാങ്ക് കണ്ടുപിടിക്കാനും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ, റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം.
റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റൂൾ എന്ന് പറഞ്ഞുതരാം. റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെട്രിക്സ് തന്നിട്ടുണ്ടാവും. ആ മെട്രിക്സിനകത്ത് ഇതുപോലെ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര നോൺ സീറോ റോസ് അതിനകത്ത് പ്രസന്റ് ആണ് എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാം. എത്ര നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് പ്രസന്റ് ആണ് എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാം. അതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഡെഫിനിഷനായിട്ട് പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ മെട്രിക്സ് ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്തെഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിക്കോട്ടെ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് തന്നിട്ട് വെറുതെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരേ രീതി തന്നെ. അപ്പൊ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആകുമ്പോൾ അതിന്റെ കോഎഫിഷ്യൻസിനെ നോക്കി എഴുതിയിട്ട് നമ്മൾ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞ് ആദ്യം എഴുതണം എന്നുള്ള ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു മെട്രിക്സ് തന്നിട്ട് റാങ്ക് കാണാനാണെങ്കിലും നമ്മൾ എന്താ ചെയ്യണത്, രണ്ടും ഒരേ രീതിയിലാണ് ചെയ്യണത്. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനെ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി ഇപ്പൊ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അപ്പൊ നോക്കി, അതിന് തൊട്ട് ഇപ്പൊ ചെയ്ത് നിർത്തിയ പ്രോബ്ലത്തില് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത രീതിയിൽ കിട്ടിയ മെട്രിക്സ് ആണിത്. ഓക്കെ, ഇതിന്റെ റാങ്ക് എത്രയാന്ന് പറയാം. അപ്പൊ നമ്മൾ റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അതിന് താഴത്തേക്ക് 0. ദെൻ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, ഇത് നമ്മളെല്ലാം 1 ആക്കിയായിരുന്നു. കാരണം നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. x1, x2, x3 ഒക്കെ കോഫിഷ്യന്റ് 1 ആക്കി എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇതിലെല്ലാം 1 ആക്കി എഴുതി. ഇനി റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇത് 1 ആക്കണമെന്ന് നിർബന്ധമില്ല. 1 ആക്കി എഴുതിയില്ലെങ്കിലും നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം. റാങ്കിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ എലിമെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിന് താഴെയുള്ള വാല്യൂസ് നമ്മൾ 0 ആക്കി മാറ്റി. അതായത് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റാങ്ക് എന്ന് പറയുന്നത് ഈ മെട്രിക്സിനകത്ത് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമുള്ള മെട്രിക്സ്. റോ എക്കലോൺ ഫോം മനസ്സിലായല്ലോ, ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. അവിടെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ 1 ആയിരിക്കണം, അത് ഉറപ്പായിട്ടും 1 ആയിരിക്കണം. പിന്നെയുള്ള ഈ ഡയഗണൽ എലമെന്റ്സ് 1 ആക്കിയാലും ആക്കിയില്ലെങ്കിലും റാങ്ക് കാണുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഇതിന് താഴെയുള്ള വാല്യൂസ് എന്തായാലും 0 ആക്കി മാറ്റണം. ഓക്കെ, അതായത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതി. റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് ആ മെട്രിക്സിനകത്ത് എത്ര നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതായത് റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, റാങ്ക് ഇസ് ദ നമ്പർ ഓഫ് നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്. നമ്പർ ഓഫ് നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്. അതായത് നോൺ സീറോ ആയിരിക്കണം എന്ന് പറയാൻ കാര്യം എന്താ, എല്ലാ എൻട്രീസും 0 ആയി കഴിഞ്ഞാൽ ആ റോ മൊത്തം 0 ആയി പോകും. അപ്പൊ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മെമ്പർ എങ്കിലും 0 അല്ലാത്ത ഒരു റോയെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോൺ സീറോ ആയിട്ടുള്ള എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് അവിടെ പ്രസന്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരേ റോ തന്നെ റിപ്പീറ്റ് ചെയ്താൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും വരാൻ പാടില്ല. ഓക്കെ, എല്ലാം ഡിഫറെന്റ് റോസ് ആയി, അതാണ് മീനിങ്. ഒരേ റോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, ആ റോയുടെ തന്നെ മൾട്ടിപ്പിൾസ് ആയിട്ടും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനെ വരാത്ത എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഇത് ഈ ഒരു മെട്രിക്സ് നോക്കാം. ഇപ്പൊ റോ എക്കലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടേക്കോ ഇതിനെ. അപ്പോൾ എത്ര നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട് ഇതിനകത്ത്? ഇതൊരു നോൺ സീറോ റോ അല്ലേ. ഇവിടെ 3 സീറോ ഉള്ളൂ, ബാക്കി 2 നോൺ സീറോ വാല്യൂസ് ഉണ്ട്, അതൊരു നോൺ സീറോ റോ ആണ്. ഇതും ഒരു നോൺ സീറോ റോ ആണ് അല്ലേ. ഇതും ഒരു നോൺ സീറോ റോ ആണ്, ഇതും ഒരു നോൺ സീറോ റോ ആണ്. ഇതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കി ആദ്യം. അതായത് ഒരേ റോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും വരാൻ പാടില്ല. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 2 -1 0 2, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടൊന്നുമില്ല, അതിന്റെ മൾട്ടിപ്പിൾസും വന്നിട്ടില്ല. അടുത്ത റോ അങ്ങനെ തന്നെ, അടുത്ത റോ അങ്ങനെ തന്നെ, ഇതും വേറെ. അപ്പൊ 4 റോസും ഡിഫറെന്റ് റോസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇങ്ങനെയാണ് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിനകത്ത് എത്ര നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട് അതിന്റെ എണ്ണമാണ്. 4 ഇവിടെ നമുക്ക് 4 നോൺ സീറോ റോസ് ഉണ്ടായിരുന്നു. അപ്പൊ റാങ്ക് എന്നത് 4 ആയിരിക്കും. അപ്പോൾ പാർട്ടി സെക്ഷനിലാണെങ്കിലും നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ റാങ്ക് എത്രയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. അതിനെ റോ എക്കലോൺ ഫോമിലാണോ ആക്കി അതിനെ മാറ്റുക, ഓപ്പറേഷൻസ് കൊടുത്തിട്ട് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ,
റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ ഈ സൊല്യൂഷൻസിൻ്റെ കേസസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഈ കേസസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ലാംഡ മ്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിത് റാങ്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താണ്? നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റമാണ്. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതെന്താ? എക്സ് ഈക്വൽ ടു 0 അല്ല, ഹോമോജീനിയസ് അല്ല, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു അല്ലേ? എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസിനെ മാത്രം എടുത്തിട്ട് കോഎഫിഷ്യൻ മെട്രിക്സ് ഉണ്ടാക്കുക. പിന്നെ എക്സ് എന്നത് ഇവിടുത്തെ അൺനോൺസ് ആണ്, എക്സ് വൈ ഇസഡ്. ആ വാല്യൂസിന് കോളമായിട്ട് എഴുതിയാൽ ക്യാപിറ്റൽ എക്സ് കിട്ടും. അതുപോലെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ഇവിടെ 9, 8 മ്യൂ ആണ്. അങ്ങനെ 3 മെട്രിക്സ് നമുക്ക് ആദ്യം ഫോം ചെയ്തെടുക്കാം. അപ്പോൾ പ്രോബ്ലം കിട്ടിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ എഴുതുക, എക്സ് എഴുതുക, ബി എഴുതുക. ഓക്കെ, എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ മെട്രിക്സ്. ഓരോ ഇക്വേഷനിലെ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാം. ദറ്റ് ഈസ് 2, 3, 5. Then second equation 7, 3, -2. Third equation 2, 3. അവിടെ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ലാംഡയാണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എ കിട്ടി. ഇനി ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ അൺനോൺ വാല്യൂസ്, അതായത് ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ആണ്. ആൻഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 9, 8 മ്യൂ. ഓക്കെ, ഇത്ര എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സിസ്റ്റം കിട്ടിയാൽ എ എഴുതാൻ അറിയാം, എക്സ് എഴുതാൻ അറിയാം, ബി എഴുതാൻ അറിയാം. ഇത്രയും കാര്യങ്ങൾ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതാം. അതായത് മെട്രിക്സ് എ അറിയാം, ഈ ബി എയും കൂടെ ചേർത്തിട്ട് ഒരു മെട്രിക്സ് എടുക്കാം. അതാണ് ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മെട്രിക്സ് എ എഴുതുക. എ എന്ന് പറയുന്നത് 2, 3, 5, 7, 3, -2, then 2, 3 ലാംഡ. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലേക്ക് ബി എ അറ്റാച്ച് ചെയ്യുക. അതായത് 9, 8 മ്യൂ അറ്റാച്ച് ചെയ്തിട്ടാം. 9, 8 മ്യൂ. ഇതാണ് നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ്. ഓഗുമെന്റഡ് മെട്രിക്സിൽ ഇങ്ങനെ എഴുതാം. പല റെപ്രസെൻറ്റേഷൻ കൊടുക്കാറുണ്ട്. എ ഓഗുമെന്റഡ് ബി എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എ ഓഗുമെന്റഡ് ബി എന്ന് പറഞ്ഞത് ഇതാണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് എ ഓഗുമെന്റഡ് ബി ഇൻറ്റു ഓഗുമെന്റഡ് ബി നമുക്ക് കിട്ടി അല്ലേ? എ ഓഗുമെന്റഡ് ബി എ കൺവേർട്ട് ഇൻറ്റു റോ എക്കലോൺ ഫോം. റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. ദെൻ R1 ഇംപ്ലൈസ് ഇവിടെ നോക്കി ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണോ? ഇവിടെ 2 ആണ്. വേറെ ഒന്നും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള റോയും ഇല്ല നമുക്ക്. അപ്പോൾ പിന്നെ ആ ഫസ്റ്റ് റോയെ നമ്മൾ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ 1 ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ എന്താ ഓപ്പറേഷൻ? ത്രൂ ഔട്ട് കൊടുക്കണം. R1 ഉണ്ട്, R1/2. R1 ഇംപ്ലൈസ് R1/2. ദറ്റ് ഈസ് 2/2 1 വരും. ഇവിടെ 3/2 വരും. ഇത് 5/2 വരും. ഇത് 9/2 വരും. ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ത്രൂ ഔട്ട് എല്ലാ എലമെൻസിനും കൊടുക്കണം. സെക്കൻഡ് റോ നമുക്കിനി 0 ആക്കി മാറ്റുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഞാൻ എഴുതുവാണ്. 3, -2, 8, 2, 3 ലാംഡ മ്യൂ. ഇനി എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയി. അടുത്ത സ്റ്റെപ്പിൽ ഈ 7നെയും 2നെയും 0 ആക്കി മാറ്റണം. അപ്പോൾ 7നെ 0 ആക്കി മാറ്റാൻ, ഓക്കെ, 7നെ 0 ആക്കി മാറ്റാൻ യൂസിങ് ദ ഫസ്റ്റ് റോ എന്ത് ഓപ്പറേഷൻ കൊടുക്കണം എന്ന് ആലോചിക്കാം. 7 ആണ് എലമെന്റ്, അതിനെ 0 ആക്കി മാറ്റണം. അപ്പോൾ ഒരു 7 - 7 കിട്ടിയാലാണ് എനിക്ക് അവിടെ 0 ആവുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് ഓപ്പറേഷൻ കൊടുക്കണം? R2 ഇംപ്ലൈസ്, R2നാണ് മാറ്റം കൊടുക്കേണ്ടത്. R2 ഇംപ്ലൈസ് R2 മൈനസ് 7 R1 കൊടുത്താൽ പോലെ നോക്കി. R2 അവിടെ ഓൾറെഡി 7 ആണ്. 7നോട് കൂടി 7 × 1 ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ അപ്പോൾ 7 - 7 0 വരും. ശരിയല്ലേ? അപ്പോൾ അതിന് മാത്രം കൊടുത്താൽ പോരാ, എല്ലാ വാല്യൂസിനും കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1, 3/2, 5/2, 9/2 അങ്ങനെ തന്നെ. സെക്കൻഡ് റോയിൽ ഇപ്പോൾ ഇത് 0 ആവുന്ന രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻ എഴുതിയാൽ അത് 0 വരും. അടുത്ത മെമ്പറിന് 3 - 3 × R1 ഇവിടെ ആരാണ്? 3/2 ആണ്. സോ 3/2. അപ്പം 3 × 3/2 ഒന്ന് ചെയ്ത് നോക്കിയേ. 3
3 3s are 9, 9/2 എന്ന് വരും. LCM എടുത്തു കഴിഞ്ഞാൽ 6 മൈനസ് 9/2 വരും. ദാറ്റ് ഈസ് -3/2 വരും. ശരിയല്ലേ? മൈനസ് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ മുഴുവൻ പ്രോബ്ലം തെറ്റിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധയോടെ കാൽക്കുലേഷൻസ് ചെയ്യുക. -3/2 ഇവിടെ വരും. അടുത്ത -2 എന്ത് മാറ്റാൻ വരിക? -2 കൊടുക്കുന്ന ഓപ്പറേഷൻ R2 - 7R1. അപ്പം -2 - 7 × R1. R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 5/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 - 7 3s are 35. 35/2 എന്ന് വരും. സോ LCM എടുത്താൽ ഇവിടെ -2 × 2 ദാറ്റ് ഈസ് -4 വരും. -35 വരും അല്ലേ? ദാറ്റ് ഈസ് -4 - 35 ഈസ് -39 വരും. സോ ഇവിടെ എഴുതുന്നത് -39/2. അടുത്തത് എൻട്രി 8 ആണ്. അപ്പോൾ 8-ന് എന്ത് മാറ്റാൻ വരിക? ഓപ്പറേഷൻ കൊടുത്താൽ 8 - 7 × 9/2. 8-ന് എന്ത് മാറ്റാൻ വരിക? 8 - 7 × R1 എന്ന് പറഞ്ഞാൽ അവിടെ 9/2 ആണ്. സോ അങ്ങനെ വരും. സോൾവ് ചെയ്താൽ 8 - 9 7s are 63. 63/2. LCM എടുത്താൽ 16 - 63/2 എന്ന് പറയുമ്പോൾ -47/2 അല്ലേ? ഇവിടെ -47/2 വരും. അടുത്ത റോ നോക്കാം. അടുത്ത റോയിൽ നമുക്ക് 2-നെ 0 ആക്കി മാറ്റണം. അപ്പോൾ 2-നെ 0 ആക്കി മാറ്റണമെങ്കിൽ യൂസിങ് ദ സെയിം R1 ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം അല്ലേ? കാരണം ഈ 2-ന്റെ തൊട്ട് മുകളിൽ വരുന്ന പിവറ്റ് റോ എന്ന് പറഞ്ഞാൽ R1 അല്ലേ? അപ്പോൾ 2 R3 implies R3 minus 2 - 2 വന്നാൽ അവിടെ 0 വരും. അപ്പോൾ R3 - 2 R1 കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ R2 2 - 2 വരുമ്പോൾ ഇവിടെ 0 വന്നോളും. അടുത്തത് 3 - 2 × R1. R1 അവിടെ എന്താണ്? 3/2. ഓക്കെ, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 - 3 again 0 വരും ഇവിടെ. അടുത്ത നമുക്ക് അവിടെ ലാംഡയാണ്. Then lambda - 2 × R1. R1 is 5/2. 5/2 വരുമ്പോൾ ഈ 2 വീണ്ടും ക്യാൻസൽ ചെയ്ത് ഇവിടെ പിന്നെ ലാംഡ -5 വരും. ലാസ്റ്റ് എൻട്രി മ്യൂന് എന്ത് മാറ്റം വരിക? മ്യൂ -2 × R1 എന്ന് പറഞ്ഞാൽ അവിടെ 9/2. അവിടെയും 2 ക്യാൻസൽ ചെയ്തിട്ട് മ്യൂ -9 വരും. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ മെട്രിക്സ് ഇതാണ്. ഇനി നോക്കി റോ എക്കലോൺ ഫോമിലേക്ക് ആയോ നോക്കി. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെ 0. സെക്കൻഡ് റോയിൽ ഒരു നോൺ സീറോ എൻട്രി വന്നു, അതിന് താഴെ 0. തേർഡ് റോയിൽ ഒരു നോൺ സീറോ ആണോ അല്ലയോ നമുക്ക് അറിഞ്ഞൂടാ. ലാംഡ -5 ആണ്. ഓക്കെ, അതിപ്പോൾ ലാംഡയുടെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് 0 ആയിരിക്കുമോ അല്ലാതിരിക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റോ എക്കലോൺ ഫോമിലേക്കായി. ഇനി ഈ -3/2-നെ 1 ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ റാങ്കിന്റെ ബേസിസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഒരു നോൺ സീറോ എലമെന്റ് കിട്ടി, അതിന് താഴെ 0 ആയി. തേർഡ് റോയിലും ഒരു നോൺ സീറോ എൻട്രി കിട്ടി. ഈ വരുന്ന നോൺ സീറോ എൻട്രീസിൻ്റെയൊക്കെ ലെഫ്റ്റിൽ 0s ഇവിടെ 1 ആണ്. അടുത്ത റോ വന്നപ്പോൾ അതൊന്ന് കൂടി 2 ആയി. അങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് റോ എക്കലോൺ ഫോമിന്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഇപ്പോൾ 1 ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ റാങ്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ റോ എക്കലോൺ ഫോമിലാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു 1 ആക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഒരു -2/3 കൊണ്ടെങ്കിൽ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ആയി മാറും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. 1 ആക്കി മാറ്റിയാലേ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു -2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ R2-നെ മൊത്തം. ഓക്കെ, അപ്പം ഞാനതിവിടെ ചെയ്യണില്ല. അത് ചെയ്തില്ലെങ്കിലും റാങ്ക് കണ്ടുപിടിക്കണതിന് വിഷയമില്ല. റാങ്ക് നോ സൊല്യൂഷൻ ആണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും എങ്ങനെയായിരിക്കും നോക്കിക്കേ. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ നമ്മൾ തിയറി പാർട്ടുകൾ പറഞ്ഞ് 1 ഷോട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റാങ്ക് എങ്ങനെ വരണം? റാങ്കും എയും എ ഓഗ്മെന്റഡ് ബിയുടെയും റാങ്ക് സെയിം വന്ന സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പം നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും എന്താകരുത്? സെയിം ആകരുത്. ഇത് രണ്ടും സെയിം ആകാൻ പാടില്ല നോ സൊല്യൂഷനിൽ. സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റാങ്ക് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ലാംഡ -5ന്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഇവിടുത്തെ റാങ്ക് തീരുമാനിക്കുന്നത് അല്ലേ. ലാംഡ -5 0 ആണെങ്കിൽ ഒന്ന് നോക്കിക്കേ, റാങ്ക് ഓഫ് എ എന്തായിരിക്കും? ലാംഡ -5
ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇഫ് ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0, അതായത് ലാംഡയുടെ വാല്യൂ 5 കൊടുത്താൽ ഇവിടെ 0 വരും, ഈ റോ മൊത്തം 0 ആയി പോവും. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ ഇഫ് ലാംഡ മൈനസ് 5 ഈസ് നോട്ട് ഈക്വൽ ടു 0, 0 അല്ല എങ്കിൽ ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ വരും, ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ വരും. അതിന്റെ മീനിങ് എന്താ? 3 നോൺ സീറോ റോസ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് 3 ആയിരിക്കും. ഈ രണ്ട് കാര്യം മനസ്സിലായല്ലോ. ലാംഡ ഈക്വൽ ടു 5 വന്നാൽ, അതായത് ലാംഡ മൈനസ് 5 0 വന്നു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 5 അല്ലേ, ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു 5 കിട്ടും. ലാംഡയുടെ വാല്യൂ 5 വന്നാൽ ഈ റോ മൊത്തം 0 ആയി പോകും. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ലാംഡ മൈനസ് 5 0 അല്ല എങ്കിൽ 3 നോൺ സീറോ റോസ്, 3 നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. നോക്കാം, ലാംഡ മൈനസ് 5 ഇവിടെ 0 ആണെന്ന് വയ്ക്കാം. അപ്പൊ ഈ 3 വാല്യൂ 0 ആയിപ്പോയി. മ്യൂ മൈനസ് 9ന്റെ വാല്യൂ അനുസരിച്ചിരിക്കും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 2 ആണോ 3 ആണോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ലാംഡ മൈനസ് 5 സപ്പോസ് 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മ്യൂ മൈനസ് 9 എൻ്റെ വാല്യൂ എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആകണമെങ്കിൽ, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആകണമെങ്കിൽ ഇവിടെയും ഒരു 0 വരണ്ടേ? ഇത് 0 ആയി ഓൾറെഡി, ഇതും 0 ആയി വന്നാലാണ് 2 നോൺ സീറോ റോസ് അവിടെ പ്രസന്റ് ആവുള്ളൂ. സോ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 2 ആകണമെങ്കിൽ മ്യൂ മൈനസ് 9 ഈക്വൽ ടു 9 ആയിരിക്കണം. മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞത് 0 ആയിരിക്കണം. ശരിയല്ലേ? ഇനി അടുത്ത കേസിൽ ഇപ്പോൾ സപ്പോസ് ലാംഡ മൈനസ് 5 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടി മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കണമെങ്കിൽ. ഞാൻ ഡിഫറെൻറ്റ് കേസസ് പറയുന്നതാണ്. ലാംഡ മൈനസ് 5 0 അല്ല എങ്കിൽ, അതായത് ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ വന്നു. ഇനി സപ്പോസ് മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞത് 0 ആയാലും ആയില്ലെങ്കിലും റാങ്ക് തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. ശരിയല്ലേ? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്നുള്ളത് 3 തന്നെയായിരിക്കും അല്ലേ? ഈ ലാംഡ മൈനസ് 5 0 ആയാലും, ആയില്ലെങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ 5 അല്ല, അതായത് ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ നമുക്ക് വരും. അപ്പോൾ ഈ മ്യൂ മൈനസ് 9 എന്നത് 0 ആയാലും 0 ആയില്ലെങ്കിലും ഇതൊരു നോൺ സീറോ റോ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ ഒരു നോൺ സീറോ റോ വരും, ഇവിടെ ഒരു നോൺ സീറോ എലമെന്റ് വരും. അപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആയിട്ട് മാറും. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഓരോ ക്വസ്റ്റ്യനിലേക്കും നോക്കാം. നോ സൊല്യൂഷൻ വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും സെയിം ആകാൻ പാടില്ല. അതായത് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് എന്തായേ പറ്റുള്ളൂ? 3 ആയേ പറ്റുള്ളൂ. 2 ആവാൻ പാടില്ല. അപ്പൊ റാങ്ക് ഓഫ് എ 2ഉം റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 3യും ആവുന്ന കേസ് എപ്പോഴൊക്കെയാന്ന് നോക്കാം. ആ ഒരു കേസിലേ വരുള്ളൂ അല്ലേ? നമുക്കിപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2ഉം ദെൻ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്നത് 3യും വരുന്ന എപ്പോഴാണ്? അപ്പോൾ ലാംഡ മൈനസ് 5 0 ആയിരിക്കണം. ഒപ്പം മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞത് 0 ആകാനും പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? റാങ്ക് ഓഫ് എ 2 ആകണം, റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 3 ആകണം എങ്കിൽ ലാംഡ മൈനസ് 5 0 ആകണം, മ്യൂവിന്റെ വാല്യൂ 9 ആകാനും പാടില്ല. അതായത് ലാംഡ ഈക്വൽ ടു 5 ആകണം. ഇതിനെ റൈറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്ത് ലാംഡ ഈക്വൽ ടു 5 ആകണം. മ്യൂ എന്താകാനും പാടില്ല? നോട്ട് ഈക്വൽ ടു 9. മ്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 9 ആകാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇതായിരിക്കണം നോ സൊല്യൂഷന്റെ കണ്ടീഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ട. റാങ്ക് ഓഫ് എയും എ ഓഗ്മെന്റഡ് ബി സെയിം ആകരുത്. അപ്പം നോ സൊല്യൂഷൻ വരണമെങ്കിൽ രണ്ടിന്റെ റാങ്ക് സെയിം ആകാൻ പാടില്ല, ഡിഫറെന്റ് ആയിരിക്കണം. ഇത് 2 ആണെങ്കിൽ ഇത് 3 ആയിരിക്കണം. ഓക്കെ, ഇനി ലാംഡ നോട്ട് ഈക്വൽ ടു 5ന്റെ കേസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നോട്ട് ഈക്വൽ ടു 5 വന്നു കഴിഞ്ഞാൽ, ലാംഡ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഇതൊരു നോൺ സീറോ റോ ആയിട്ട് പോകും. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് 3 തന്നെയായിരിക്കും. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും 3 തന്നെയാണ്. രണ്ടും ഒരുപോലെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കേസ് എടുക്കാൻ പറ്റില്ല. ലാംഡ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസ് ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല നോ സൊല്യൂഷനിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സൊല്യൂഷൻ ആൻസർ എന്തായി? ലാംഡ ഈക്വൽ ടു 5, മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 9, നോ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ പറഞ്ഞത് എന്താ? യുണീക്ക് സൊല്യൂഷൻ ആണ്. യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്? റാങ്ക് ഓഫ് യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് അല്ലെ? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്.
പിന്നെ യുണീക്ക് സൊല്യൂഷൻ ആവണമെങ്കിൽ അതിൻ്റെ റാങ്ക് എങ്ങനെയായിരിക്കണം? രണ്ടിൻ്റെ റാങ്ക് സെയിം ആയിരിക്കണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും സെയിം ആയിരിക്കണം. അത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കണം? നമ്പർ ഓഫ് അൺനോൺസിന് ഇക്വലൻ്റ് ആയിരിക്കണം. നമ്പർ ഓഫ് അൺനോൺസിന് ഇക്വലൻ്റ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കേസാണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആയിരിക്കണം. ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് ഏതൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് അൺനോൺസ് എന്നത് എക്സ് വൈ ഇസഡ് 3 അപ്പോൾ ഇത് 3 ആയിരിക്കണം. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും 3 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കേസ് മാത്രമേ നമുക്ക് യുണീക്ക് സൊല്യൂഷന് എടുക്കാൻ പറ്റുള്ളൂ. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി അത് രണ്ടും 3 ആവുന്ന കേസ് എപ്പോഴാണ് നോക്കാം. റാങ്ക് ഓഫ് എ 3 ആവുന്ന കേസ് എപ്പോഴാണ് വരിക? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആവുന്ന കേസ്. റാങ്ക് ഓഫ് എ 3 ആകണമെങ്കിൽ ലാംഡ മൈനസ് 5 0 ആവാൻ പാടില്ല. ശരിയല്ലേ? റാങ്ക് ഓഫ് എ 3 ആവണമെങ്കിൽ ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ വരണം. അപ്പോൾ ലാംഡ മൈനസ് 5 0 ആവാൻ പാടില്ല. ലാംഡ മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0. അടുത്തത് റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 3 ആണെങ്കിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ലാംഡ മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എയും 3 ആണ്, റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും 3 ആണ്. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 3 ആണെങ്കിൽ ലാംഡ മൈനസ് 5 0 ആവുന്ന കേസിലും മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞാൽ 0 ആവാണ്ടിരുന്നാൽ മതി. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 3 ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ നടക്കണം. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ഈക്വൽ ടു 3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് പോസിബിൾ ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുള്ളൂ? ലാംഡ മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0 ആവാൻ പാടില്ല. മ്യൂ മൈനസ് 9 എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആവാം അല്ലേ? മ്യൂ മൈനസ് 9 ക്യാൻ ബി എനി വാല്യൂ. അപ്പോൾ മ്യൂ മൈനസ് 9 0 ആയാലും കുഴപ്പമില്ല, 0 ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മ്യൂ മൈനസ് 9 ക്യാൻ ബി എനി വാല്യൂ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 3 ആവുന്നെങ്കിൽ ലാംഡ മൈനസ് 5 ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് മ്യൂ മൈനസ് 9 ക്യാൻ ബി എനി വാല്യൂ. അപ്പോൾ ലാംഡ മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കണം ആൻഡ് മ്യൂ മൈനസ് 9 ക്യാൻ എനി വാല്യൂ, ക്യാൻ ബി എനി വാല്യൂ. ഏത് വാല്യൂ വേണേൽ വരാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നത് മെനി സൊല്യൂഷനാണ്. മെനി സൊല്യൂഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ സിസ്റ്റം എന്താണ്? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡും സെയിം ആയിരിക്കും. മെനി സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ അൺനോൺസിനേക്കാളും ചെറുതാണോ അതിൻ്റെ റാങ്ക് എന്നുള്ളതാണ്. സോ ഫോർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ഈക്വൽ ആയിരിക്കണം, ബട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ എന്താ? 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും സെയിം ആയിരിക്കണം എന്ന് പറയുമ്പോൾ, എന്നാൽ അത് 3നേക്കാളും ചെറുതായിരിക്കും. ഇത് രണ്ടും സെയിം ആവുന്ന കേസ് എപ്പോഴാണ്? 3 എടുത്തു കഴിഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 3 അല്ലേ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും 3 എടുത്താൽ 3 ഈസ് ലെസ് ദാൻ 3 എന്ന് കിട്ടും. അത് ട്രൂ അല്ല അല്ലേ? അപ്പോൾ അത് പറ്റില്ല. പിന്നെ വരുന്ന കേസ് റാങ്ക് ഓഫ് എ 2 ആവുന്ന കേസാണ്. റാങ്ക് ഓഫ് എ 2 ആയി കഴിഞ്ഞാലോ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്നതും 2 ആവുന്ന കേസ് എടുക്കാം. ദാറ്റ് ഈസ് ലെസ് ദാൻ 3 ആണ്, ട്രൂ ആണ് അല്ലേ? 2 ഈസ് ലെസ് ദാൻ 3 ട്രൂ ആണ്. അതുകൊണ്ട് റാങ്ക് ഓഫ് എ 2ഉം എ ഓഗ്മെന്റഡ് ബി 2 വരുന്ന കേസ് എടുക്കാം. ഏത് കേസിലാണ് റാങ്ക് ഓഫ് എ 2 വരുന്നത്? ലാംഡ മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0 ആവുന്ന കേസിൽ, ലാംഡ മൈനസ് 5 എന്നത് 0 ആവുന്ന കേസിൽ റാങ്ക് 2 ആണ്. അതുപോലെ തന്നെ മ്യൂ മൈനസ് 9 എന്ന് പറയുന്നത് 0 ആവുന്ന കേസിൽ റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 2 ആണ്. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താണ്? റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്നത് 2 ആയിരിക്കും. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും സെയിം ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആൻഡ് മ്യൂ മൈനസ് 9 ഈക്വൽ ടു 0. സോ
So from this lambda equal to 5 and mu equal to 9. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് 3 കേസും മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചു. ഗോസ് എലിമിനേഷൻ മെത്തേഡ് മനസ്സിലായി, റോ എക്ലോൺ ഫോം മനസ്സിലായി, റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മനസ്സിലായി. ഓക്കെ, ഇനി ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ വൺ ഷോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വീഡിയോസ് നോക്കിയിട്ട് പഠിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ലോങ് ആൻസർ സെക്ഷനിൽ പഠിച്ചു വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മസ്റ്റായിട്ടും ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നില്ലെങ്കിലും ഇതിൻ്റെ മെത്തേഡുകൾ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ മെത്തേഡുകൾ എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന് മനസ്സിലാക്കുക. അതിന് ഓരോ റോ എക്ലോൺ ഫോം എന്താണ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ്, പിന്നെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റാങ്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, പിന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ റാങ്ക് യൂസ് ചെയ്ത് എങ്ങനെയാണ് സൊല്യൂഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെയൊക്കെ മെത്തേഡുകൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അത് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് മെത്തേഡുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, വെക്ടർ സ്പേസസ് എന്നുള്ള മോഡ്യൂളാണ് അടുത്തത്. ആ മോഡ്യൂളിൽ വെക്ടർ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മുടെ വീഡിയോസ് ഓൾറെഡി നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളതെല്ലാം ചെക്ക് ചെയ്യാം. അതുപോലെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നത് സ്പാനിങ് സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കുക. ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ പിന്നെ വരാൻ സാധ്യതയുള്ള സെക്ഷനാണ് ഡയമെൻഷൻ. എന്താണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഡയമെൻഷൻ ഓഫ് എ സബ്സ്പേസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ dimension of the subspace W of R4 spanned by S equal to set V1, V2, V3 equal to set -1, 2, 5, 0, 3, 0, 1, -2, -5, 4, 9, 2. R4ൻ്റെ സബ്സ്പേസ് ആയ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പാൻ ചെയ്യുന്ന സെറ്റ് എന്താണ്? സെറ്റ് V1, V2, V3. ഈ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് സ്പാനിങ് സെറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഓൾറെഡി ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറയുന്നത് സ്പാൻഡ് ബൈ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ബേസിസ് ആവുമോ? ബേസിസ് ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബേസിസ് ആവണമെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്പാൻ ചെയ്യിക്കുകയും ചെയ്യണം അല്ലേ? ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എസ് V1, V2 എക്സെട്ര Vn എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് ആവാൻ 2 കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, ആ സെറ്റ് എസ് എന്ന് പറയുന്നത് സ്പാൻസ് വി ആയിരിക്കണം. വി എ സ്പാൻ ചെയ്യിച്ച് എടുക്കാൻ പറ്റണം. കംപ്ലീറ്റ് വി എ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റണം എസ് ഉപയോഗിച്ചിട്ട്, എസ് എന്നുള്ള സെറ്റ് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തത്, എസിനകത്തെ മെമ്പേഴ്സ് എല്ലാം എങ്ങനെയാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എസ് എന്ന് പറഞ്ഞ സെറ്റ്, എസ് എന്ന് പറയുന്നത് V1, V2 എക്സെട്ര Vn, ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിസ് ആവുള്ളൂ. ബേസിസിന്റെ ഡെഫിനിഷനൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. എസ് എന്ന് പറയുന്നത് V1, V2 എക്സെട്ര Vn ആണ്. ആ എസ് ബേസിസ് ആവാനുള്ള കണ്ടീഷനാണ് ആദ്യം എസ് എന്ന് പറയുന്നത് വി എ സ്പാൻ ചെയ്യിച്ചെടുക്കണം. അതുപോലെ തന്നെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് ബേസിസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ സബ്സ്പേസ് ഓഫ് W ഓഫ് R4 സ്പാൻ ബൈ എസ്. അപ്പോൾ ഇത് സ്പാൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ബേസിസ് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കാരണം എന്താ?
ബേസിസ് ആവണമെങ്കിൽ ആ സെറ്റിനകത്തെ വെക്ടേഴ്സ് എങ്ങനെയായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, ഇത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ മൂന്ന് വെക്ടേഴ്സ് അവിടെ തന്നിരിക്കണം. ഈ 3 വെക്ടേഴ്സും ഡിഫറൻ്റ് ആയിരിക്കണം അല്ലെ. ഒന്ന് മറ്റേതിൻ്റെ മൾട്ടിപ്പിൾസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 2 വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് മൂന്നാമത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻസ് ഒന്നും വരാൻ പാടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ V3 എന്ന് പറയുന്ന വെക്ടർ, V3 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് 2v1 മൈനസ് v2 എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. V3 എന്നുള്ള വെക്ടറിനെ 2v1 മൈനസ് v2, നിങ്ങൾ ഇവിടെ ഓപ്പറേഷൻ കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. V3 കിട്ടുമ്പോൾ V3 എന്ന് പറയുന്നത് കിട്ടാൻ 2v1 മൈനസ് v2 ചെയ്താൽ മതി. v1ഉം v2ഉം കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് V3 കിട്ടുവാണ്. അതായത് V3 എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓഫ് V1 ആൻഡ് V2 ആണ്. V1നെയും V2നെയും ഡിപ്പെൻഡ് ചെയ്താണ് ആര് നിൽക്കുന്നത്? V3 നിൽക്കണം. എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി. എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എസ് എന്ന് എസ് ഈസ് നോട്ട് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് അല്ല. അപ്പൊ ഇത് ബേസിസ് ആവോ? ബേസിസ് ആവില്ല. അപ്പോൾ ബേസിസ് ആവാൻ ചാൻസ് ഉള്ള സെറ്റ് ഏതാണ്? അതിൽ നമുക്കൊരു സബ്സെറ്റ് എടുക്കാം. S1 എന്ന് പറഞ്ഞ സെറ്റ് എടുക്കാം. അപ്പോൾ V3 ആണ് ഡിപ്പെൻഡൻ്റ് ആവുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് അല്ലാത്ത രീതിയിലുള്ള 2 വെക്ടേഴ്സ് എടുക്കുക. അതായത് V1ഉം V2 എടുക്കുക. ഈ V1ഉം V2 ഇതിൻ്റെ നമുക്ക് W എന്ന് പറയുന്നത് സ്പാൻ ചെയ്തെടുക്കാൻ പറ്റും. ദിസ് മീൻസ് ദാറ്റ് W is spanned by the set and this S1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. V1ഉം V2 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ S1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് neither the vector is a scalar multiple of the other. ഇത് ഒരു വെക്ടർ V1ഉം V2ഉം ഡിഫറൻ്റ് ആണ് അല്ലേ. അതിന് വെച്ച് തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ സ്പാൻ ചെയ്യിക്കാൻ പറ്റുന്ന എത്ര വെക്ടേഴ്സ് ഉണ്ട്? 2 വെക്ടേഴ്സ് ആണുള്ളത്. സോ ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം, അത് സ്പാൻ ചെയ്യിച്ചെടുക്കാൻ പറ്റണം, എന്നാൽ മാത്രമാണ് അത് ബേസിസ് ആവുള്ളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ സബ്സ്പേസ് സ്പാൻ ബൈ എസ്. ഇത് വെച്ച് സ്പാൻ ചെയ്യിച്ചെടുക്കാൻ പറ്റുന്ന സബ്സ്പേസിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഈ 3 വെക്ടേഴ്സ് എങ്ങനെയല്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സിന് നമ്മൾ എടുത്തു S1, അതായത് V1 V2 എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു. ഇത് വെച്ച് സ്പാൻ ചെയ്യിക്കാൻ പറ്റും W എന്ന് പറഞ്ഞ സെറ്റിനെ. ദെൻ അപ്പോൾ Wൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഈ V1ഉം V2ഉം വെച്ചിട്ടാണ് സ്പാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഒപ്പം V1 V2 ബേസിസ് എന്ന് പറയുന്ന കാര്യം എന്താ? V1ഉം V2ഉം കൂടെ സ്പാൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടെയാണ്. ഇവർ തമ്മിൽ റിലേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും മറ്റേ മൾട്ടിപ്പിൾ അല്ല അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് സ്പാൻ ചെയ്യിക്കാൻ പറ്റുക. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈൻഡ് ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ്. Find the coordinate matrix of x equal to -2, 1, 3 in R3 related to the standard basis. എന്താണ് കോർഡിനേറ്റ് മെട്രിക്സ്? കോർഡിനേറ്റ് മെട്രിക്സ് പറയുന്നതിന് ആദ്യം കോർഡിനേറ്റ്സ് എന്താണ് പറയുന്നത്. അതായത് നമുക്കൊരു വെക്ടർ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ബേസിസുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതും അല്ലേ. ബേസിസുള്ള വെക്ടേഴ്സ് സപ്പോസ് V1 V2 V3 ആണെങ്കിൽ നമുക്ക് എക്സ് എന്നുള്ളതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സം C1 into V1 പ്ലസ് C2 into V2 പ്ലസ് C3 into V3. ഈ C1 C2 C3 ഒക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഈ ലീനിയർ കോമ്പിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് ഈ വെക്ടറിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് ഈ C1ഉം C2ഉം C3 ഒക്കെ. ഓക്കെ, ഇവിടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ C1 C2 C3കളാണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ്. അതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് കിട്ടുക. ഇവിടെ നമുക്ക് എക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കോർഡിനേറ്റ് മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് എക്സിനാണ്. എക്സ് എന്നുള്ള മെട്രിക്സ് എന്താണ് ഇവിടെ? എക്സ് എന്നുള്ള വെക്ടർ എന്താണ്? -2, 1, 3 ആണ്. അപ്പോൾ ഈ -2, 1, 3 നമുക്ക് ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം ബൈ യൂസിങ് ദിസ് ബേസിസ്. ഈ ബേസിസ് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് തന്നിരിക്കുന്നത്. ആ ബേസിസ് യൂസ് ചെയ്തുകൊണ്ട് ഈ -2, 1, 3 നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് പാകത്തിന് ഒരു C1 C2 C3 നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് C1 into നമുക്ക് C1 കോൺസ്റ്റന്റ് വാല്യൂസ് അറിഞ്ഞോളാം. അപ്പം നിങ്ങൾക്കറിയാം ഏതൊരു വെക്ടറിനെയും അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നറിയാം. അപ്പോൾ -2, 1, 3 നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ബേസിസാണ് തന്നേക്കുന്നത്.
സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും? -2 ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുക. -2 ഇൻറ്റു വെക്ടർ 1 ഏതായത് 1 0 0 പ്ലസ് സെക്കൻഡ് ടൈം ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് വെക്ടർ 0 1 0. ദെൻ തേർഡ് വെക്ടർ ഇവിടെ തേർഡ് കോർഡിനേറ്റ് ഇവിടെ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു മൂന്നാമത്തെ വെക്ടർ ഇവിടെ 0 0 1 ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ആ വെക്ടറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് യൂസ് ചെയ്തിട്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ല. സ്റ്റാൻഡേർഡ് ബേസിസ് തന്നിട്ടുള്ളതെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഈ കോർഡിനേറ്റിനെ ഇവിടെ കോൺസ്റ്റന്റ് ടേംസിന്റെ പ്ലേസസിൽ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഇനി ഇതിന്റെ കോർഡിനേറ്റ് മെട്രിക്സ്, കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ കോൺസ്റ്റൻസിലെ ഈ വാല്യൂസ് -2 1 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ് റിലേറ്റഡ് ടു ദ ബേസിസ് എസ് എന്ന് പറഞ്ഞത്. കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ദ ബേസിസ് എസ് ഈസ് ഏതൊക്കെയാണ്? -2 1 3. ഈ വാല്യൂസ് ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് എഴുതുന്നത് കോർഡിനേറ്റ് മെട്രിക്സ് ആണ്. എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാം. കോർഡിനേറ്റ് മെട്രിക്സ് എക്സ്, കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് എഴുതി റിലേറ്റീവ് ടു എസ്. എസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ബേസിസ്. അപ്പോൾ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് റിലേറ്റീവ് ടു ദ ബേസിസ് എസ് ഈസ്, എന്നിട്ട് ഈ കോർഡിനേറ്റ് വാല്യൂസ് കിട്ടിയതുണ്ടല്ലോ അതിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിൽ കോളം വെക്ടർ ആയിട്ട് എഴുതും. അതായത് -2 താഴത്തോട്ട് അങ്ങ് എഴുതിയാൽ മതി. നേരെ അതേ ഓർഡറിൽ ഈ കോൺസ്റ്റന്റ് വാല്യൂസിന്റെ അതേ ഓർഡർ തന്നെ എഴുതാം. -2 എഴുതി, താഴെ 1 എഴുതി, 3 എഴുതി. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളാം. കോർഡിനേറ്റ് മെട്രിക്സ് കാണാനുള്ള രീതി. ഓക്കെ, സപ്പോസ് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് അല്ല തന്നിരിക്കണമെങ്കിലോ? സ്റ്റാൻഡേർഡ് ബേസിസ് ആകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. സ്റ്റാൻഡേർഡ് ബേസിസ് അല്ല, വേറെ ഒരു ബേസിസാണ് തന്നിരിക്കണമെങ്കിലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന വെക്ടറിനെ ആ തന്നിരിക്കുന്ന ബേസിസ് വെച്ചിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. C1 C2 ഒക്കെ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ കിട്ടണം. ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ C1 C2 ഒക്കെ പ്ലേസിൽ എന്താണോ നമുക്ക് കിട്ടണത് അതിനെ ഇതുപോലെ വെക്ടർ ഫോമിൽ എഴുതിയാൽ മതി. കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിലും അല്ലെങ്കിലും ചെയ്യേണ്ട രീതി ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ട്രാൻസിഷൻ മെട്രിക്സ് അല്ലേ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B' ഫോർ ദ ബേസിസ് ഫോർ R3. B equal to set 1 0 0 0 1 0 0 0 1 and B' equal to 1 0 1 0 -1 2 2 3 -5. അപ്പോൾ ഈ വെക്ടേഴ്സ് B' യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B' ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. B to B'. അപ്പോൾ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് ബേസിസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെട്രിസസ് ഫോം ചെയ്യും. B' എന്നുള്ള രണ്ട് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുകയാണ്. അപ്പോൾ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് 1 0 0 അല്ലേ, 1 0 0 then 0 1 0 0 0 1. ഫസ്റ്റ് മെട്രിക്സ് കിട്ടി. B' എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 1 0 -1 2 2 3 5. ഇതെങ്ങനെ എഴുതണം? 1 0 1 കോളം വൈസ് എഴുതാം കേട്ടോ. 1 0 1 കോളം ആയിട്ട് എഴുതാം. ഇത് കുഴപ്പമില്ലായിരുന്നു, ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 1 0 1 ഇതിനെ മെട്രിക്സ് വെക്ടർ ആയിട്ട് തന്നെ എഴുതാം, കോളം വെക്ടർ ആയിട്ട് തന്നെ എഴുതാം. 1 0 1 0 -1 2 2 3 -5. അപ്പോൾ B' എന്നുള്ള മെട്രിക്സ് കിട്ടി. ആ വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. B' എന്നുള്ള തരത്തിലുള്ള ഒരു മെട്രിക്സ് ഫോം ചെയ്യും. അതായത് B' ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഏത് ഫോമിലേക്ക് കൊണ്ടുവരും? I3. ഇവിടെ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് I3. അതുപോലെ ഇവിടെ വരുന്ന പോർഷൻ എന്തായിരിക്കും? P ഇൻവേഴ്സ് ആയിരിക്കും. ഈ P ഇൻവേഴ്സിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിഷൻ മെട്രിക്സ് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ P ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് B ഉണ്ട്, B' ഉണ്ട്. അതിനെ ചേർത്തിട്ട് ഒരു മെട്രിക്സ് എഴുതുക. ആദ്യം B' ആദ്യം എഴുതണം. B' എന്ന് 1 0 2 ആണ്. then 0 -1 3 1 2 -5 ഇതിനെ എഴുതി. then അടുത്ത സ്റ്റെപ്പിൽ B എഴുതുക. B എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ആണ്. ഓക്കെ, ഇവിടെയാണ് ഇപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് വേണ്ടത്. ഇതിനെ നമ്മൾ
ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഐഡന്റിറ്റി ഇവിടെ ആക്കണം. ഇവിടെ ആക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഭാഗത്ത് വരുന്ന മെട്രിക്സ് അതിനെയാണ് നമ്മൾ പി ഇൻവേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കൺവേർഷൻ കൊടുത്താൽ നോക്കുക, മുമ്പേ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ റോ ഓപ്പറേഷൻസ് കൊടുക്കുക. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് 0 ആക്കി മാറ്റണം. ഇവിടെ 0 ആണ്, 1നെ നമുക്ക് 0 ആക്കി മാറ്റണം. 1നെ 0 ആക്കി മാറ്റാൻ R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഓക്കെ, ഇത് ചെയ്താൽ 1 0 2 1 0 0. ദെൻ സെക്കൻഡ് റോ അങ്ങനെ തന്നെ 0 മൈനസ് 1 3 0 1 0. തേർഡ് റോ എങ്ങനെ വരും? 1 മൈനസ് 1, അപ്പോൾ 1 മൈനസ് 1 0 വരും. ദെൻ 2 മൈനസ് 0 2 വരും. ദെൻ മൈനസ് 5 മൈനസ് 2 വരും, മൈനസ് 7 വരും. ദെൻ 0 മൈനസ് 1 വരും, മൈനസ് 1 വരും. 0 മൈനസ് 0 0 വരും. ദെൻ 1 മൈനസ് 0 1 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ മെട്രിക്സ് കൺവേർഷൻ കൊടുത്തതിന് ശേഷം. ഇനി നോക്കാം, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഒരു നോൺ സീറോ എൻട്രി ഇവിടെ ഉണ്ട്, ഇതിനെ നമ്മൾ 1 ആക്കി മാറ്റണം. അപ്പോൾ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ R2 എന്നുള്ള റോയെ ഒരു -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1 0 2 1 0 0. ഇത് -1 എന്നുള്ള +1 ആവും, 3 എന്നത് -3 ആവും. ദെൻ ഇവിടെ -1 ആവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെയുള്ള പോർഷൻ 2 എന്നുള്ളതിന് 0 ആക്കി മാറ്റും. അതിന് വേണ്ടി കൊടുക്കുന്ന ഓപ്പറേഷനാണ് R3 ഇംപ്ലൈസ് R3 മൈനസ് 2R2. R3 ഇംപ്ലൈസ് R3 മൈനസ് 2R2. ഓക്കെ, ദെൻ 1 0 2 1 0 0. സെക്കൻഡ് റോ അങ്ങനെ തന്നെ 0 1 -3 0 -1 0. തേർഡ് റോയിൽ ഇത് 0 ആയിരിക്കും, 0 - 2 × 0 വരും. ദെൻ ഇവിടെ നോക്കിയാൽ 2 - 2 0 എന്ന ഓപ്പറേഷനാണ് നമ്മൾ എഴുതിയത്. ദെൻ -7 ഇവിടെ -3 ആണ്. സോ എങ്ങനെ ഓപ്പറേഷൻ വരാം? -7 -2 × R2 എന്ന് പറഞ്ഞാൽ അവിടെ -3 ആണ്. സോ -3 എടുക്കാം. ദറ്റ് ഈസ് -7, ഇത് +6 വരും, ദറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. സോ -1. അടുത്ത ഓപ്പറേഷൻ -1ന് കൊടുക്കണം. -1 -2 × 0, അതായത് -1 തന്നെ വരും. അടുത്തത് 0 -2 × R2 അല്ലെ, R2 എന്ന് പറയുമ്പോൾ -1 വരും. സോ -2 × -1 ഈസ് +2. ദെൻ ലാസ്റ്റ് മെമ്പറിന് അവിടെ 1 ആണ്, അപ്പോൾ 1 - 2 × 0, ദാറ്റ് ഈസ് 1 - 0 ഈസ് 1. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ മെട്രിക്സ് ഈ ഫോമിലാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഓക്കെ, അപ്പോൾ പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടി. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെ 0. തേർഡ് റോയിൽ ഒരു നോൺ സീറോ എലമെന്റ് -1 ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് R3 ഇംപ്ലൈസ് മൈനസ് ഓഫ് R3. ദാറ്റ് ഈസ് 1 0 2 1 0 0 0 1 -3 0 -1 0. ഇത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 0 1 1 -2 -1 വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കാം, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, താഴെ 0. തേർഡ് റോയിൽ ഒരു നോൺ സീറോ എലമെന്റ് 1 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്തായി? ഇപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ എനിക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. നമുക്ക് വേണ്ടത് ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തുടക്കത്തിൽ നമ്മുടെ ഇവിടെ നമ്മുടെ B' ആയിരുന്നു യൂസ് ചെയ്തത്. നമ്മുടെ B' ഇവിടെ യൂസ് ചെയ്തു, ഇത് B ഇവിടെ യൂസ് ചെയ്തു, സോറി B' ഇവിടെ യൂസ് ചെയ്തു. B' എന്നുള്ളതായിരുന്നു, ഇത് B ആയിരുന്നു അല്ലേ. സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്, B' ഇവിടെ എഴുതി, B ഇവിടെ എഴുതി. ഇനി ലാസ്റ്റ് ഇത് ഓപ്പറേഷൻസ് എല്ലാം കൊടുത്ത് ലാസ്റ്റ് നമുക്ക് ഈ B' എഴുതിയ പ്ലേസിൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് വരുത്തണം. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ B എഴുതിയ പൊസിഷനിൽ വേറൊരു മെട്രിക്സ്, ഒരു 3/3 വേറൊരു മെട്രിക്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാൽക്കുലേഷൻസ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഐഡന്റിറ്റി ആക്കുക, റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് വരും. ആ റൈറ്റ് സൈഡിൽ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ P ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നോക്കി, ഇത് ഓക്കെയാണ്, 1 0 0 ഓക്കെയാണ്. 0 ഇവിടെ 0 1 0 അത് ഓക്കെയാണ്. 0യുടെ മുകളിലേക്കും താഴത്തേക്കും 0 വന്നു. അടുത്ത കോളം നോക്കാം, ലാസ്റ്റ് എൻട്രി ഇവിടെ 1 കിട്ടി, ബാക്കി ഇത് രണ്ടും കൂടെ 0 ആക്കി മാറ്റണം. അതായത് R2നെയും R3യെയും നമുക്ക്
R1നെ നമുക്ക് 0 ആക്കി മാറ്റണം. ആദ്യം നമുക്ക് R2നെ നമുക്ക് 0 ആക്കി മാറ്റാം. അപ്പം ഈ തേർഡ് പിവറ്റിന് മുകളിലേക്കുള്ള പോർഷന് നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പം അതിനുവേണ്ടി എന്ത് ഓപ്പറേഷൻ കൊടുക്കാൻ പറ്റും നോക്കി. അടുത്ത R2 ഇംപ്ലൈസ് R2 പ്ലസ് 3 R3 കൊടുത്താൽ പോരെ. ഇതിന് -3നെ 0 ആക്കാൻ ഒരു +3 അവിടെ കൊണ്ടുവന്നാൽ മതി അല്ലേ. -3 + 3 എന്ന് പറയുമ്പോഴത്തേക്കും 0 ആയിക്കോളും. അതുപോലെ തന്നെ ഇവിടെ 2 ഉണ്ടല്ലോ R2ലെ, ഈ 2നെ നമ്മൾ 0 ആക്കി മാറ്റണം. സോ അത് R1 ആണ്. അപ്പോൾ R1നും ചേഞ്ച് കൊടുക്കാം. R1 എങ്ങനെ ചേഞ്ച് കൊടുക്കണ്ടേ? R1 ഇംപ്ലൈസ് R1 മൈനസ് എന്ത് ചെയ്യണം? ഇവിടെ 2 ആയിരുന്നു, 2 - 2 എന്ന് അവിടെ വരണം. അതിന് വേണ്ടി 2 - 2 എന്ന് പറഞ്ഞാൽ 0 വരും. സോ R1 - 2 × R3. R1 - 2 × R3. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇവിടെ രണ്ടിനെയും 0 ആക്കാനുള്ള ഓപ്പറേഷൻ അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് മാറ്റം വരിക? 1 0 0 ഇവിടെ 0 വരും. 0 1 0 വരും. ഇവിടെ 0 0 1 വരും. അപ്പോൾ ഇവിടെ 0 ആക്കാനുള്ള ഓപ്പറേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതനുസരിച്ച് ത്രൂ ഔട്ടുള്ള റോസിനുള്ള വ്യത്യാസം എഴുതണം. അപ്പം ഇവിടെ നമുക്ക് R3ക്ക് ഒരു ചേഞ്ചും ഇല്ല, അതങ്ങനെ തന്നെ എഴുതി. ദാറ്റ് ഈസ് 1 - 2 - 1. ഓക്കെ. ഇനി ചേഞ്ച് വരുന്നത് എവിടെയാണ്? 4th കോളത്തിലും 5th കോളത്തിലും 6th കോളത്തിലും വരും അല്ലേ. കാരണം R2നും R1നുമാണ് നമ്മൾ ചേഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇവിടെയുള്ള വാല്യൂസിന് വ്യത്യാസം വരും. അപ്പോൾ നോക്കാം, ഇവിടെ ഓരോന്നും ചെയ്ത് നോക്കിയാൽ ഇവിടുത്തെ 1ന് മുകളിൽ -3 ആണ്. -3 നമ്മൾ ഇവിടെ 0 ആക്കി, ഇവിടെയും 0 ആക്കി. ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഈ 1ന് മുകളിലുള്ള വാല്യൂ. ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഓപ്പറേഷനാണ് കൊടുത്തത് നോക്കി? R2 അല്ലേ. R2 + 3 R3. അപ്പോൾ R2 0, 0ക്കാണ് മാറ്റം കൊടുക്കുന്നത്. നമ്മൾ R2 എന്നുള്ള റോ ആണ്. R2ന് കൊടുക്കുന്ന ഓപ്പറേഷൻ R2 + 3 R3 ആണ്. ഓക്കെ. അപ്പോൾ R2 എന്ന് പറയുന്നത് 0, then +3 × R3 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 0 + 3 × 1 = 3. ഇവിടെ എന്തായിരുന്നു? 3 എഴുതും. അതുപോലെ തൊട്ട് മുകളിലത്തെ നമ്പർ 1നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് വരുന്നത് എന്താ? R1ന്റെ ടേംസിൽ എഴുതുന്നത് R1 - 2R3 ആണ്. R1 - 2R3 ആണ്. ദാറ്റ് ഈസ് R1 എന്ന് പറയുന്നത് 1. 1 - 2 × R3 is 1. 1 - 2 is -1. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? -1. അടുത്ത കോളം ഇതുപോലെ തന്നെ -1 0. ഇവിടെ -1ന് പകരം എന്ത് എഴുതണം? -1ന് കൊടുക്കുന്ന ഓപ്പറേഷൻ R2ന്റെ ഓപ്പറേഷനാണ്. R2 + 0 R3. അങ്ങനെയാണ്. R2 is -1 + 3 × R3 is -2. That is -1 - 6 is -7. ഇവിടെ -7. ഓക്കെ. തെറ്റാതെ എഴുതണേ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്താതെ ചെയ്യണം. ഇവിടെ 0 ആണ്. ആ 0ക്ക് എന്ത് മാറ്റം വരിക? അത് R1 ഉള്ള റോ ആണ്. R1 - 2R3. That is 0 - 2 × R3. R3 കറസ്പോണ്ടിങ് ആയിട്ട് -2 ആണ്. സോ -2 × -2 is +4. ശരിയല്ലേ? ഇനി അടുത്ത രണ്ട് വാല്യൂസിനും കൂടെ ചേഞ്ച് കൊടുക്കണം. ദാറ്റ് ഈസ് ഇവിടെ 0, ഇവിടെ 0. ഈ 0ക്ക് എന്ത് മാറ്റം വരിക? അത് R2 ആണ്. അപ്പോൾ R2 + 3 R3. R2 എന്ന് പറഞ്ഞാൽ 0 + 3 × R3 എന്ന് പറയുമ്പോൾ -1. ദാറ്റ് ഈസ് -3 വരും ഇവിടെ. അടുത്ത 0 എന്ന് പറഞ്ഞാൽ ഇത്. ഈ 0ക്ക് മാറ്റം വരുന്നത് എന്താ? അത് R1 ആണ്. R1 എന്ന് പറയുമ്പോഴത്തേക്കും 0 - 2 × R3 is -1. ദാറ്റ് ഈസ് +2 എന്ന് വരും. ഓക്കെ. ഇവിടെ +2 എന്ന് വരും. ശരിയല്ലേ? 1 0 0. ഇവിടെ 0 1 0 0 0 1 എഴുതി. പിന്നെ വരുന്നത് -1 4 2 3 -7 -3 1 -2 -1. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് വന്നു. ഈ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു 3/3 പോർഷൻ, 3/3 മെട്രിക്സ് ഫോർമാറ്റ് വരുന്ന പോർഷൻ, അതിനെയാണ് നമ്മൾ P ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് P ഇൻവേഴ്സ് അതിൽ നിന്ന് എഴുതിയാൽ, P ഇൻവേഴ്സ് ഇത് ഐഡന്റിറ്റി മെട്രിക്സ്, ഇത് P ഇൻവേഴ്സ്. സോ P ഇൻവേഴ്സ് അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മെട്രിക്സ് ആയിട്ട് എഴുതുക -1 4 2 3 -7 -3 1 -2 -1. ഓക്കെ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B' എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് ചെയ്യുന്ന സ്റ്റെപ്പ് മനസ്സിലായാലും, ആദ്യം നമ്മുടെ B' എഴുതി, B എഴുതി, ഇവിടെ ആയിരിക്കും ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് P ഇൻവേഴ്സിലേക്ക് എത്തിക്കണം.
അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെ 0. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1. അപ്പോൾ ഇത്രയും നമ്മൾ റോ ഇക്ലോൺ ഫോമിൽ ചെയ്ത കാര്യം തന്നെയാണ്. അത്രയും അതേ രീതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇവിടെയൊക്കെ 1ന് താഴെ 0 ആയി, 1ന് താഴെ 0 ആയി, ഇവിടെ 1 കിട്ടി. ഈ 1നെ മുകളിലേക്കുള്ള പോർഷൻ കൊണ്ട് നമുക്ക് 0 ആക്കി മാറ്റണം. ഓക്കെ, ഈ പ്രോബ്ലത്തിലാണെങ്കിൽ 3ഉം 2ഉം 0 ആക്കി മാറ്റും. അതിനുള്ള ഓപ്പറേഷൻ കൊടുക്കും. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനനുസരിച്ച് വാല്യൂസ് R2നും R1നും ചേഞ്ച് ഇവിടെ വരണം. വ്യത്യാസം നോക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻസ് കൊടുത്ത് ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. 3/3 ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇവിടെ വരുന്ന ഒരു 3/3 മെട്രിക്സ് ആണ് നമ്മുടെ പി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് പി ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. അവിടെ ബി എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. ബി ഡാഷ് എന്ന് പറയുന്നത് 1 0 1 0 -1 2 2 3 -1 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ബി ആണെങ്കിൽ ചെയ്യുന്ന രീതിയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ബി ആണെങ്കിൽ നമ്മൾ ബി എവിടെ എഴുതി? രണ്ടാമത് എഴുതി. നമ്മുടെ ബി ഡാഷ് ഇവിടെ എഴുതി. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ സപ്പോസ് ബി ഈക്വൽ ടു സെറ്റ് 3 4 0 അങ്ങനെയാണ് വാല്യൂ. -2 -1 1 then 1 0 -3. ഇതാണ് നമ്മുടെ ബി. ബി ഡാഷ് എന്നത് സപ്പോസ് ഇറ്റ് ഈസ് 1 0 0 0 1 0 0 0 1. സ്റ്റാൻഡേർഡ് ബേസിസ് ഇവിടെ ബി ഡാഷ് ആണ്. ഈ രീതിയിലാണ് പറഞ്ഞെങ്കിലോ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് R3 അല്ലെ. അങ്ങനെയെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് എങ്ങനെയായിരിക്കും? ബിയിലുള്ള അതേ വെക്ടേഴ്സിനെ കോളമായിട്ട് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. മനസ്സിലായോ? ബി എന്ന് പറഞ്ഞ വെക്ടേഴ്സിനെ ഡയറക്റ്റ് ഒരു കോളം വെക്ടർ ആയിട്ട് എഴുതിയാൽ മാത്രം മതി. ദാറ്റ് ഈസ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വരും? ട്രാൻസിഷൻ മെട്രിക്സ് ഈസ് 3 4 0 അല്ലെ. ഫസ്റ്റ് എൻട്രി 3 4 0 അത് കോളായിട്ട് എഴുതും. 3 4 0. അടുത്ത -2 -1 1. അടുത്ത 1 0 -3. ഇതായിരിക്കും നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. ബി എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു തന്നിരിക്കുന്ന ഒരു ബേസിസ്. ബി ഡാഷ് എന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ്, സ്റ്റാൻഡേർഡ് ബേസിസ്. ബി ഡാഷ് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് എഴുതും? തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ജസ്റ്റ് കോളമായിട്ട് എഴുതും. അതാണ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം എന്താ ശ്രദ്ധിക്കേണ്ടത്? ബി ഡാഷ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ബിയിലെ വെക്ടേഴ്സിനെ കോളമായിട്ട് എഴുതാം. Put the vectors of B as columns. സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായാലും സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് ബി ഡാഷ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ put the vectors of B as columns. ജസ്റ്റ് ബിയിലെ വെക്ടേഴ്സിനെ കോളായിട്ട് എഴുതാം. അതായിരിക്കും നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഇനി അതല്ല, ഇനി സപ്പോസ് ബി ആണ് നമ്മുടെ മുമ്പത്തെ പ്രോബ്ലം പോലെയാണെങ്കിൽ ബി ആണ് സ്റ്റാൻഡേർഡ് ബേസിസ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് നമ്മൾ ആ ഇൻവേഴ്സ് ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് from B to B dash for the basis for R2 below. Capital B equal to the set -3 2 4 -2 and B dash equal to -1 2 2 -2. Okay. Find the transition matrix from B to B dash. B in the B dash lekana find out ചെയ്യുന്നത്. B to B dash. ഇവിടെ രണ്ട് ബേസിസ് എന്തല്ല, സ്റ്റാൻഡേർഡ് ബേസിസ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? B to B dash എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം B dash B ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ B dash എന്ന് പറയുന്നത് ഇതാണ്.
അപ്പോൾ ഇതിനെ നേരെ കോളായിട്ട് എഴുതുക. -1 to 2 - 2. ഇനി ബി എഴുതുക, അതും കോളായിട്ട് എഴുതുക. ബി എന്ന് പറഞ്ഞാൽ -3 to 4 - 2. അപ്പോൾ ബി ഡാഷ് എഴുതി. മുമ്പത്തെ പോലെ തന്നെ ഗോസ് ജോർദാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എന്താക്കും? ഇവിടെ ഐഡന്റിറ്റി ആക്കും. ഇവിടുത്തെ ഇതിനെ ഐഡന്റിറ്റി ആക്കും. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണോ വരുന്നത് അതിനെ പി ഇൻവേഴ്സ് എന്ന് വിളിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം അല്ലേ? അപ്പോൾ ഐഡന്റിറ്റി ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 അപ്പം 1 ആക്കണം നമുക്ക്. അപ്പോൾ അത് ട്രൂ ഔട്ട് ഒരു R1 ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. R1 implies -R1. That is 1 - 2 3 - 4. 2 - 2 2 - 2. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയി. ഇനി അതിന് താഴെ 2നെ നമുക്ക് 0 ആക്കി മാറ്റണം. 2നെ 0 ആക്കി മാറ്റുന്ന ഓപ്പറേഷൻ R2 implies R2 - 2R1. ഇത് കൊടുത്താൽ 1 - 2 3 - 4. ഇവിടെ നമുക്ക് 0 ആയിട്ട് മാറും. -2ന് എന്ത് ഓപ്പറേഷൻ കൊടുത്താൽ -2 - 2 into -2 എന്ന് വരും. ദാറ്റ് ഈസ് -2 + 4 എന്ന് വരും. ദാറ്റ് ഈസ് 2. ഓക്കെ, ദെൻ അടുത്ത ഈ 2ന് എന്ത് മാറ്റാൻ വരിക? 2 - 2 into R1. R1 is 3. ദാറ്റ് ഈസ് 2 - 6 is -4 എന്ന് വരും. ശരിയല്ലേ? അടുത്തത് -2ന് എന്ത് മാറ്റാൻ വരിക? -2 - 2 into R1. R1 ഇവിടെ -4 ആണ്. സോ -2 + 8 എന്ന് വരും. ദാറ്റ് ഈസ് 6. സോ 6. ശരിയല്ലേ? 1 - 2 3 - 4 0 2 -4 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ R2 implies R2 - 2R1. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെ നമ്മൾ 0 ആക്കി. സെക്കൻഡ് റോയിൽ ഇവിടെ ഒരു ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഉണ്ട്. നമുക്ക് ഇതിനെ 1 ആക്കി മാറ്റാം. 2നെ 1 ആക്കി മാറ്റാൻ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. R2 implies R2/2. അപ്പോൾ 1 - 2 3 - 4. ഇവിടെ 0 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2. ഇവിടെ 3. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, താഴെ 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കി നമ്മൾ അതിനെ അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം. 1 0 0 1 ആക്കണം. അപ്പോൾ ഇവിടെ ഈ -2നെ എന്താക്കണം? 0 ആക്കി മാറ്റണം. -2നെ 0 ആക്കി മാറ്റാൻ വേണ്ടി -2നെ നമുക്ക് 0 ആക്കി മാറ്റണമെങ്കിൽ -2 + 2 എന്ന് അവിടെ വരണം അല്ലേ? -2 + 2 എന്ന് വരണമെങ്കിൽ എന്ത് ഓപ്പറേഷൻ കൊടുക്കണം? എന്ത് ഓപ്പറേഷൻ ആണ് കൊടുക്കേണ്ടത്? R1നെ കൊടുക്കേണ്ടത് അല്ലേ? R1 implies എന്ത് ചെയ്യണം? R2 ഉപയോഗിച്ച് വേണം ചെയ്യാൻ. R1 പ്ലസ് അതായത് -2 പ്ലസ് ഒരു +2 വരണം. അതിന് വേണ്ടിയിട്ട് 2R2 ശരിയല്ലേ? R1 + 2R2 കൊടുത്താൽ ഇവിടെ ഇതിനെ നമുക്ക് 0 ആക്കി മാറ്റാം. അപ്പോൾ 1 ഇത് 0 ആയി. ഇവിടെ നമ്മളിപ്പോൾ 0 ആക്കി. ഇതും 1. കറസ്പോണ്ടിങ് ബാക്കി ഉള്ള വാല്യൂസ് എന്തൊക്കെ വരും നോക്കി. ഓപ്പറേഷൻസ് കൊടുത്താൽ R1ന് കൊടുത്താൽ R2ന് മാറ്റമൊന്നുമില്ല. R2ന് ഞാൻ അങ്ങനെ തന്നെ എഴുതി. -2 3 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ രണ്ട് വാല്യൂസിന് എന്ത് മാറ്റാൻ വരിക? R1 + R2. R1 എന്ന് പറയുമ്പോഴത്തേക്കും 3 + 2 into R2 കറസ്പോണ്ടിങ് ആയിട്ട് R2 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ 3 - 4 ദാറ്റ് ഈസ് -1. -1 ആക്കി. അടുത്ത വാല്യൂ -4ന് എന്ത് മാറ്റാൻ വരിക? -4 + 2 into R2. R2 is 3. -4 + 6 എന്ന് വരും. ദാറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ പുതിയ മെട്രിക്സ് ഇതായിരിക്കും. 1 0 -1 2 0 1 -2 3 അല്ലേ? അപ്പോൾ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഇത് ഐഡന്റിറ്റി I2 ആണ്. അതുപോലെ തന്നെ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ P ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1 2 -2 3. ഇതന്നെ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ദാറ്റ് ഈസ് P ഇൻവേഴ്സ് ഈക്വൽ ടു ട്രാൻസിഷൻ മെട്രിക്സ് P ഇൻവേഴ്സ് ഈക്വൽ ടു -1 2 -2 3. അതങ്ങനെ തന്നെ ഇങ്ങനെ എഴുതി. -1 2 -2 3. ലാസ്റ്റ് വരുന്ന ആ പോർഷനിൽ വരുന്ന 2/2 പോർഷൻ എടുക്കുക. 2/2 മെട്രിക്സ് ഫോർമാറ്റ് എടുക്കുക. അതാണ് P ഇൻവേഴ്സ് ആയിരിക്കുക. ഇനി B' ബിയിലേക്കാണ് നമ്മൾ ഫൈൻഡ് ചെയ്യണമെങ്കിലോ B'-ന്ന് ഇഫ് യു ആർ ഫൈൻഡിങ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B' to B, B'-ന്ന് ബിയിലേക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിലോ
നമ്മൾ എങ്ങനെ എഴുതണം മെട്രിക്സ്? ഇവിടെ ബി എഴുതി ബി ഡാഷ് എഴുതി രണ്ടാമത്. അപ്പോൾ ബി എന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി എന്നത് -3 2 അല്ലേ, -3 2 താഴത്തേക്ക് എഴുതി. ദെൻ രണ്ടാമത്തെ മെട്രിക്സ് 4 -2, രണ്ടാമത്തെ വെക്ടർ 4 -2 എഴുതി. ദെൻ ബി ഡാഷ് എന്ന് പറയുന്നത് -1 2, അപ്പോൾ -1 2 ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി ആക്കുക. ഇവിടെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 -2 2 -1. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി. ഇത് ഐഡൻറ്റിറ്റി ആക്കുക. ഇതായിരിക്കും പി ഇൻവേഴ്സ് നമ്പർ. സോ ആൻസർ വിൽ ബി ചെക്ക് ചെയ്ത് നോക്കുക. പി ഇൻവേഴ്സ് എന്നുള്ളത് 3 -2 2 -1. ഇത് ചെയ്ത പോലെ തന്നെ ഇത് ചെയ്ത് നോക്കാം. 3 -2 2 -1 ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്തായിരിക്കും? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി ആയിരിക്കും. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ മോഡ്യൂൾ 2 വെക്ടർ സ്പേസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കൂടാതെ നമ്മുടെ പ്ലേലിസ്റ്റിൽ കുറേയധികം പോർഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കുക. അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് പോർഷൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാം. ഇനി അടുത്ത മോഡ്യൂൾ, 3rd മോഡ്യൂളിൽ നമ്മൾ ഇപ്പോൾ മോഡ്യൂൾ 3 ഞാൻ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ അത് നോക്കി പഠിക്കുക. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യണില്ല. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗ്രാം സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്സാണ്. പിന്നെ കോഷി ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ, ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ ഡെഫിനിഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, വെക്ടർ ലെങ്ത്, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ളത്, ആംഗിൾ കാണാനുള്ളത്, നോം കാണാനുള്ളത്. ഓക്കെ, ഇന്നർ പ്രോഡക്റ്റ് അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഇന്നർ പ്രോഡക്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ ഒരു സെറ്റ് ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഓർത്തോ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മെയിനായിട്ട് പറയാൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു ഫംഗ്ഷൻ നമുക്ക് തരും, അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. അതുപോലെ തന്നെ കേണൽ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റാങ്ക് നള്ളിറ്റി തിയറാണ്, റാങ്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, റാങ്ക് നള്ളിറ്റി തിയറം. കേണൽ കാണാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെന്ന് കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കേണൽ കാണാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കേണൽ ഓഫ് ദ പ്രൊജക്ഷൻ T from R3 to R3. R3 എന്ന് R3യിലേക്ക് ഡിഫൈൻ ചെയ്തേക്കാണ്. റെപ്രസെൻറ്റഡ് ബൈ T of XYZ equal to XY0. ഓക്കെ, പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ T ഫ്രം R3 to R3 ആണ്. അതിൻ്റെ കേണൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ XYZ എന്നുള്ള ആ വെക്ടറിനെ, R3യിലെ ആ വെക്ടറിനെ എന്തിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? XY0 എന്നുള്ള പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു വെക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് XY0 എന്ന പോയിന്റ് കിട്ടി. XY0 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് പ്ലെയിനിലായിരിക്കും? ഇവിടെ Z കോർഡിനേറ്റ് 0 ആണ്. സോ അത് ഏത് പ്ലെയിൻ ആയിരിക്കും? XY പ്ലെയിൻ ആയിരിക്കും. Z അവിടെ ആബ്സെന്റ് അല്ലേ? XY പ്ലെയിൻ ആയിരിക്കും. XY പ്ലെയിനിലേക്കായിരിക്കും ഇത് മാപ്പ് ചെയ്യുന്നത്. ഇത് XY പ്ലെയിനിലേക്കാണ് അതിനെ മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കേണൽ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ vectors lying on the Z axis. Okay, the kernel consists of all the vectors lying on the Z axis. Z axisൽ ലൈ ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിനെയാണ് നമ്മൾ കേണൽ എന്ന് പറയുന്നത്. അത് Z ആക്സിസിലെ മെമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച 12th അല്ലെ, 3 ഡയമെൻഷൻ ജോമെട്രി പറഞ്ഞപ്പോൾ Z ആക്സിസിലെ ഒരു പോയിന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അവിടെ എക്സും വൈയും കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. 0 0 Z ഓർമ്മയുണ്ടാവും. ഈ ഒരു രീതിയിലുള്ള കളക്ഷൻ ആയിരിക്കും Z ആക്സിസിനകത്ത് വരിക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിൽ വരുന്ന വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് കേണലിനകത്ത് വരിക എന്ന് പറഞ്ഞത്. അതായത് കേണൽ ഓഫ് T ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ട്രിപ്ലറ്റ് 0 0 Z വേർ Z ഈസ് എ റിയൽ നമ്പർ. Z എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, Z എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു
ട്രിപ്ലറ്റ് ഫോമിൽ വരുന്ന എല്ലാ വെക്ടേഴ്സും കേർണൽ ഓഫ് ടിക്കകത്ത് ഉണ്ടായിരിക്കും. അതായിരിക്കും എൻ്റെ സൊല്യൂഷൻ. സോ എക്സ് വൈ സെഡ് നമ്മൾ എക്സ് വൈ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കേർണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 0 ഇസഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഫോർമാറ്റിൽ വരുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെയും കൂടെ കളക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ കേർണൽ കാണാം. വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഫൈൻഡ് ദ കേർണൽ of the linear transformation from P from R2 to R3 represented by T of x1 comma x2 equal to x1 minus 2x2 comma 0 comma minus x1 ഓക്കെ. R2 R3യിലേക്കാണ്. സോ അതവിടെ 3 കോർഡിനേറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കേർണൽ കാണാനാണ് ചോദിച്ചത്. കേർണൽ കാണാൻ പറഞ്ഞു. ഓക്കെ, ഫൈൻഡ് ദ കേർണൽ ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റഡ് ബൈ T ഓഫ് x1 x2 ഈക്വൽ ടു x1 minus 2x2 0 minus x1. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞായിരുന്നു അല്ല, 0 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെയും കൂടെ കളക്ഷനാണ്. അതായത് ടി ഓഫ് x1 x2 അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് എക്സ് വൈ എന്നായിരുന്നു. ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 0. ഇവിടെ R3 ആകുമ്പോൾ 0. അപ്പോൾ ടി ഓഫ് എക്സ് വൈ എന്നത് 0 0 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എക്സ് വൈകളുടെ കളക്ഷൻ ആയിരിക്കും കേർണലിനകത്ത് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് x1 x2 സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ aim. So to find kernel of T, we need to find the set of all vectors x comma y. Ordered pair ആണ് set of all x y such that എങ്ങനെ വേണം കണ്ടീഷൻ? T of x comma y equal to 0 0 0 0 0 0 ഇമേജ് വരുന്ന എല്ലാ എക്സ് വൈകളുടെ കളക്ഷൻ ആയിരിക്കും കേർണൽ ഓഫ് ടിയിലും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് 0 0 0യിലേക്ക് മാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതൊരു ഹോമോജീനിയസ് സിസ്റ്റത്തിലേക്കാണ് ഇതിൽ എഴുതിയത്. അതായത് ഇത് ഓരോ കോർഡിനേറ്റും നമുക്ക് ഇക്വേറ്റഡ് ടു 0 ചെയ്യും. ടി ഓഫ് x1 x2 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് x1 minus 2x2 0 minus x1 ആണ്. ഇതിനെ നമ്മൾ ഓരോന്നിനെയും 0 0 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് x1 x2 കണ്ടുപിടിക്കും. അപ്പോൾ രണ്ട് പെയേഴ്സ് അല്ലെങ്കിൽ രണ്ട് ട്രിപ്ലറ്റുകൾ ഇവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ കമ്പോണൻറ്റുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് ഈക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് 3 ഇക്വേഷൻസ് അവിടെ ഉണ്ടാക്കാം. 3 ഇക്വേഷനിൽ 2 ഇക്വേഷനിലേ ഉള്ളൂ. ഒന്ന് 0 0 എന്നുള്ള രീതിയാണ്. സോ ഇക്വേഷൻസ് ആയിട്ട് എഴുതിയാൽ x1 minus 2x2 equal to 0, രണ്ടാമത്തെ 0 equal to 0 എന്നാണ്. മൂന്നാമത്തെ ഇക്വേഷൻ minus x1 equal to 0 എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് x1 equal to 0 എന്ന് എഴുതാം. ആ വാല്യൂ ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുത്താൽ 2x2 equal to 0 എന്ന് വരും. അതിൽ നിന്ന് x2 equal to 0 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഒരേ ഒരു സൊല്യൂഷനെ കിട്ടിയിട്ടുള്ളൂ. ഏതാ? x1 equal to 0യും x2 equal to 0. അതല്ലാണ്ട് വേറൊരു വാല്യൂ ഇതിന് സൊല്യൂഷനായിട്ട് നമുക്ക് വന്നിട്ടില്ല. സോ ദർ എക്സിസ്റ്റ് ഓൺലി എ ട്രിവിയൽ സൊല്യൂഷൻ. ആ ട്രിവിയൽ സൊല്യൂഷൻ ഏതാ? ഓർഡർഡ് പെയർ x1, x2 equal to 0 0. 0 0 എന്ന് പറയുന്ന ട്രിവിയൽ സൊല്യൂഷൻ മാത്രമായിരിക്കും ഇവിടെ എക്സിസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ x1 x2 കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ ഇക്വേറ്റഡ് ടു 0 ചെയ്ത് നോക്കിയപ്പോൾ x1 x2 0 മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് കേർണൽ ഓഫ് ടിക്കകത്ത് എന്തായിരിക്കും? കേർണൽ ഓഫ് ടിക്കകത്ത് പറഞ്ഞാൽ എന്താ? ഈ 0 ഡിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ എക്സ് വൈകളുടെ കളക്ഷനുമാണ് കേർണലിൽ വരിക എന്നാണ്. ഇവിടെ നമ്മൾ ഇക്വേറ്റഡ് ടു 0 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് x1 x2 എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 0 0 ട്രിവിയൽ സൊല്യൂഷൻ മാത്രമാണ്. സോ കേർണൽ ഓഫ് ടിക്കകത്ത് ബ്രാക്കറ്റിനകത്ത് പെയർ ആയിട്ട് എഴുതുക 0 0 സെറ്റ് ഓഫ് ഓൾ 0 0 എന്ന് എഴുതും. അതല്ലെങ്കിൽ വെറുതെ സിംഗിൾട്ടൺ 0 ആയിട്ട് ഇങ്ങനെ എഴുതും. മനസ്സിലായോ? സിംഗിൾട്ടൺ 0 ആയിട്ട് ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കേർണൽ ഓഫ് ടി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നാണ് റാങ്ക് നള്ളിറ്റി തിയറം.
റാങ്ക് നള്ളിറ്റി തിയറം. റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത് എന്താ? ഇപ്പൊ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം an n dimensional വെക്ടർ സ്പേസ് വി ഇൻടു എ വെക്ടർ സ്പേസ് ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയും. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഇവിടെ വി എന്ന് പറയുന്ന n ഡയമെൻഷണൽ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ n ഡയമെൻഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് n ആയിട്ട് എടുക്കാം. ഇവിടെ ഏതാണോ ഡൊമൈൻ തന്നിരിക്കുന്നത് അതിന്റെ ഡയമെൻഷനാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത്. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു n. അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ. സിമിലർ ഇക്വേഷൻ, അതായത് ഇവിടെ റാങ്ക് ഓഫ് ടി എന്നതിനെ നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. റേഞ്ചിന്റെ ഡയമെൻഷൻ എന്നുള്ള രീതിയിലും പറയാം. അതുപോലെ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് കേണലിന്റെ ഡയമെൻഷനാണ്. സോ ഇതിനെ തന്നെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ റാങ്ക് ഓഫ് ടിയുടെ പ്ലേസിൽ ഡയമെൻഷൻ ഓഫ് റേഞ്ച് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേണൽ ഈക്വൽ ടു n. ഈ രീതിയിലും ഒന്നുകിൽ n എഴുതാം, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ ഇങ്ങനെ എഴുതാം. ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ. ഡൊമൈൻ നമ്മുടെ ഇവിടെ n ഡയമെൻഷനാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് n കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതി ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതാണോ റാങ്ക് ആണ് തന്നിരിക്കണമെങ്കിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ട് വാല്യൂ നമുക്കറിയാം. ഒന്നുകിൽ ഡൊമൈൻ്റെ ഇത് തന്നിട്ടുണ്ടാവും, ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും, റാങ്ക് അറിയാം, അല്ലെങ്കിൽ ഏതെങ്കിലും നള്ളിറ്റി അറിയാം. എന്നിട്ട് മൂന്നാമത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ n ആവുന്ന എപ്പോഴാണ്? നമ്മുടെ വി എന്ന് പറയുന്നത് n ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിലാണ്. വി എന്ന് പറയുന്നത് n ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിലാണ് ഇവിടെ n എഴുതുക കേട്ടോ. അപ്പോൾ R3 എന്നാണെങ്കിൽ 3 എഴുതണം, R4 ആണെങ്കിൽ 4 എഴുതണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞാൽ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് റേഞ്ച് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേണൽ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദ ഡൊമൈൻ. അപ്പോൾ കേണൽ അറിയാമെങ്കിൽ അതിന്റെ ഡയമെൻഷൻ തന്നെയാണ് എന്ത്? നള്ളിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്തിരിക്കാം. അപ്പോൾ മെട്രിക്സ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ അതും എല്ലാം അത് നോക്കി പഠിക്കുക. അപ്പോൾ ഏറ്റവും 4 മോഡ്യൂളിൽ നിന്നും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അന്ന് പറയാതിരുന്ന കുറേ പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. വീഡിയോ കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അതിൽ വരുന്ന മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, അതെല്ലാവർക്കും തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നും. പക്ഷെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് അതിൽ മിസ്റ്റേക്ക് വരിക. എന്നിട്ട് അത് എന്താണ് വരണത്, എവിടെ വെച്ചാണ് എനിക്ക് മിസ്റ്റേക്ക് വരണമെന്ന് നോക്കിയിട്ട് അത് തിരുത്തിയിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാൻ. അപ്പോൾ പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.